പ്രിയമുള്ളവരെ, വീണ്ടും ഒരു പ്രഭാതം ദൈവം നമുക്ക് നൽകി. ഇന്നത്തെ പ്രഭാതം കാണാൻ കഴിയാത്ത ഒത്തിരി പേര് ലോകം വിട്ടു പിരിഞ്ഞു പോയിട്ടുണ്ട്. ദൈവം നമ്മളോട് വീണ്ടും കരുണ കാണിച്ചു. അവൻ്റെ സ്നേഹത്തിൽ നമ്മളെ ഒന്നായി ചേർത്ത് അവൻ്റെ വചനം ശ്രവിക്കുവാൻ, ഒരുങ്ങുവാൻ, പ്രാർത്ഥിക്കുവാൻ, വിശുദ്ധ കുമ്പസാരം നടത്തുവാനുള്ളൊരു ദിവസം ദൈവം നമുക്ക് തന്നു. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. നമ്മുടെ യോഗ്യതയാലല്ല, അവൻ്റെ കരുണയാൽ ഒരു ദിവസം കൂടെ അനുദപിച്ചൊരുങ്ങാൻ ദൈവം നമുക്ക് നീട്ടിത്തന്നതിനെ ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. പ്രിയമുള്ളവരെ, ഈ ദിവസം ധ്യാനത്തിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. ഈ രണ്ടാമത്തെ ദിവസം നമ്മളെ തന്നെ ഇന്നലെ നമ്മൾ ഒരുങ്ങി. എന്തിനു വേണ്ടിയിട്ട്? ക്രിസ്തു അനുഭവം നമ്മളിൽ രൂപപ്പെടുവാൻ നമ്മൾ ഒരുങ്ങുന്ന ദിവസമായിരുന്നു ഇന്നലേത്. നമ്മൾ ഒരുങ്ങി ദൈവത്തിൻ്റെ സമക്ഷം, ദൈവത്തിൻ്റെ മുൻപിൽ നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ച് പരിശുദ്ധാത്മാവിൽ നിറയപ്പെടാൻ ആഗ്രഹിച്ച് നമ്മൾ ഒരുങ്ങിയെങ്കിൽ ഇന്നേ ദിവസം പരിശുദ്ധ കൂദാശയാകുന്ന വിശുദ്ധ കുമ്പസാരം വഴി നമ്മൾ വീണ്ടും ഒരുങ്ങുന്ന ദിവസമാണ്. വിശുദ്ധ കുമ്പസാരം എന്ന് പറയുന്ന കൂദാശ നമ്മൾ സ്വീകരിക്കുക, നമ്മൾ ഈശോയുടെ മുൻപിലേക്ക് കടന്നു ചെന്ന് കർത്താവിൻ്റെ മുൻപിൽ മുട്ടുകുത്തി കർത്താവിനോട് എൻ്റെ എല്ലാ അവസ്ഥകളും, പാപത്തിൻ്റെ എല്ലാ തലങ്ങളും ഞാൻ ഈശോയുടെ മുൻപിൽ ഏറ്റുപറഞ്ഞ്, കർത്താവെ, ഞാനൊന്നുമല്ല, എന്നിൽ നീ വസിക്കണമേ, ഞാനൊന്നുമല്ല ദൈവമേ, എന്നിൽ നീ വസിക്കണമേ, അങ്ങനെ ഏറ്റുപറഞ്ഞ് എൻ്റെ എല്ലാ പാപത്തിൻ്റെ അവസ്ഥകൾ ഞാൻ ദൈവത്തിനുമുമ്പിൽ സമർപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, എൻ്റെ ആത്മസ്ഥിതിയിൽ ഒരു നവീകരണം അല്ലെങ്കിൽ ഒരു വിശുദ്ധീകരണം സംഭവിക്കുന്ന ദിവസമാണ് നമ്മുടെ ഈ ധ്യാനത്തിൻ്റെ രണ്ടാമത്തെ ദിവസം. ഈ ധ്യാനത്തിൻ്റെ രണ്ടാമത്തെ ദിവസം നമ്മൾ ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കുന്ന പാപങ്ങൾ അതിൻ്റെ ആധിപത്യത്തോടുകൂടെ നമ്മളിൽ നിന്ന് വിട്ടുമാറും. ഒരു പാപം നമ്മൾ വിശുദ്ധ കുമ്പസാരത്തിൽ ഏറ്റുപറയുമ്പോൾ, ഏറ്റുപറയുന്ന പാപം രണ്ട് തരത്തിൽ നമുക്ക് ഏറ്റുപറയാം. അതിലൊന്ന്, ഞാൻ എന്തെങ്കിലും പറഞ്ഞ പാപം ഏറ്റുപറഞ്ഞു എന്നുള്ള രീതിയിൽ ഒരാശ്വാസം നമുക്ക് കിട്ടുന്ന തരത്തിൽ വിശുദ്ധ കുമ്പസാരം ചെയ്യാം. അങ്ങനെ പറയുന്ന വിശുദ്ധ കുമ്പസാരത്തിൽ ഒരിക്കലും പാപം നീ ഏറ്റുപറഞ്ഞെങ്കിലും പാപത്തിൻ്റെ ആധിപത്യം നിന്നിൽ നിന്ന്, നീ ആയിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന് പോയിട്ടുണ്ടാവില്ല. പാപം ഏറ്റുപറയുമ്പോൾ പൂർണ്ണമായി അതിനെ വെറുത്തുപേക്ഷിക്കുന്ന തലത്തിൽ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ മാത്രമേ നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിന്നിലുള്ള ആ പാപത്തിൻ്റെ ആധിപത്യം പോവുകയുള്ളൂ. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ഈ പാപത്തിൻ്റെ ആധിപത്യം നമ്മിൽ നിന്ന് പോയില്ലെങ്കിൽ ഈ ആധിപത്യം നിലനിൽക്കുന്ന ആ കാലം അത്രയും, പ്രിയമുള്ള ദൈവജനമേ, നമ്മൾ ഈ പാപം വീണ്ടും ചെയ്യാനുള്ള ഒരു ടെൻഡൻസി, ഈ പാപം വീണ്ടും ഈ പാപത്തിലേക്ക്, അല്ലെങ്കിൽ ഈ പാപത്തിൻ്റെ തന്നെ മറ്റു പല വകഭേദങ്ങളാകുന്ന മറ്റു പല പാപങ്ങളിലേക്ക് പോകാനുള്ളൊരു സാധ്യത നമ്മിൽ നിലനിൽക്കും. അതുകൊണ്ട് പാപങ്ങൾ ഏറ്റുപറയുന്നത് പൂർണ്ണമായ മനസ്താപത്തോടും ഒരുക്കത്തോടും കൂടെ തന്നെ ആയിരിക്കണം. നമ്മൾ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ അതിൽ ഒരിക്കലും മറച്ചു വയ്ക്കാനോ, പാപങ്ങൾ ഏറ്റുപറയുന്നിടത്ത് ഒരിക്കലും നമ്മൾ എന്താ പറയുക, നമ്മൾ മുന്നിലായിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികൻ എന്തു വിചാരിക്കും എന്നുള്ളൊരു എന്താ പറയുക, നമ്മുടെ മനസ്സിനുള്ളൊരു ഭാരമോ ഒന്നിൻ്റെയും ആവശ്യമോടെ ഇല്ല. കാരണം നമ്മൾ ഏറ്റുപറയുന്നത് കർത്താവായ ഈശോ മിശിഹായോടാണ്. നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്ത് നമ്മൾക്ക് രക്ഷ നൽകാൻ കടന്നു വന്നവനോട് പാപങ്ങൾ പറയാൻ നമ്മൾ മടി കാണിക്കേണ്ട ആവശ്യമില്ല. ഇന്നലത്തെ വായനയിൽ നമ്മൾ കേട്ടതാണ് പരിശുദ്ധ ബലിമധ്യേ, നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ ക്ഷമിക്കപ്പെടും, നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെടും. ആ അധികാരം കർത്താവായ ദൈവം കൊടുത്ത് അതിൽ നിന്ന് കൈമാറി വന്ന അധികാരം നിലനിൽക്കുന്ന വൈദികർ, യേശുവിൻ്റെ പ്രതിപുരുഷർ, ക്രിസ്തു തന്നെയായ അവരോട് നമ്മുടെ പാപങ്ങൾ നമ്മൾ ഏറ്റുപറയുമ്പോൾ, പ്രിയപ്പെട്ട ദൈവജനമേ, ഈശോയാണത് ഒപ്പിയെടുക്കുന്നത്. പാപങ്ങൾ ഏറ്റുപറയുന്ന വ്യക്തി പാപം ഏറ്റുപറഞ്ഞ് അച്ഛൻ പറയുന്ന പ്രായശ്ചിത്തം ചെയ്ത് നമ്മൾ വീണ്ടും വന്ന് നമ്മൾ കാവൽ മാലാഖയോടുള്ള ജപം നിങ്ങൾ ചൊല്ലുക വ്യക്തിപരമായി. അത് കാണാതെ അറിയാവുന്നവരത് ചൊല്ലി പ്രാർത്ഥിക്കുക. കാരണം വീണ്ടും ഒരു പാപം ഏറ്റുപറഞ്ഞ പാപത്തിൽ നിന്ന് ഇനിയുള്ള എൻ്റെ ദിവസങ്ങളിൽ എന്നെ നീ കാത്തു പരിപാലിക്കണമേ എന്ന് കാവൽ മാലാഖയോട് നമ്മൾ പ്രാർത്ഥിക്കണം. കാവൽ മാലാഖയ്ക്ക് നമ്മൾ പൂർണ്ണമായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കണം. നമ്മുടെ എല്ലാ അവസ്ഥകളും, പാപത്തിൻ്റെയും പാപ സാഹചര്യങ്ങളെ എല്ലാ മേഖലകളും പൂർണ്ണമായി സമർപ്പിച്ച് കാവൽ മാലാഖയോട് നമ്മൾ ഏറ്റുപറയേണ്ട ദിവസം കൂടിയാണ്. പ്രിയമുള്ളവരെ, ഇന്നേ ദിവസം നമ്മളിത് ഏറ്റുപറയുമ്പോൾ മറന്നുപോയത് അല്ലെങ്കിൽ നമ്മൾ മറച്ചു വെച്ചത്
ഓർക്കാതിരിക്കുന്നത്, അങ്ങനെ എന്തെല്ലാം പാപത്തിൻ്റെ മേഖലകളുണ്ടോ, അവസ്ഥകളുണ്ടോ, ചെയ്തു പോയതുണ്ടോ, അതെല്ലാം നിങ്ങൾ ഇന്നത്തെ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് നിങ്ങൾ ഓർത്തെടുത്ത് നിങ്ങൾക്ക് മാത്രം മനസ്സിലാകുന്ന രീതിയിൽ അത് നോട്ട് ചെയ്യുക. എന്നിട്ട് അത് നിങ്ങൾ വിശുദ്ധ കുമ്പസാരത്തിൽ ഏറ്റുപറയുക. നോക്കി വായിക്കുകയല്ല, മനസ്സ് തുറന്ന് കരഞ്ഞ് അനുദപിച്ച് വിശുദ്ധ കുമ്പസാരം നടത്തുന്ന വ്യക്തിയെ സംബന്ധിച്ച് പൂർണ്ണ വിടുതൽ ദിവസം ലഭിക്കും. പരിശുദ്ധാത്മാവ് തരും. നാളെ സമാപനാശീർവാദത്തിലും കൈവയ്പിലുമായി നിങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഇന്നത്തെ ഒരുക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അതുകൊണ്ട് പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ പ്രിയപ്പെട്ട ദൈവജനമേ, ഒരിക്കലും മറച്ചു വെച്ച പാപങ്ങൾ ഉണ്ടാവല്ലേ, മാറ്റിവെച്ച പാപങ്ങൾ ഉണ്ടാവല്ലേ. പൂർണ്ണ മനസ്സോടുകൂടെ ഏറ്റുപറയാൻ ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങളായിരിക്കുക. ആമേൻ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന ദിവസം നമ്മൾ ചിന്തിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 11-ാം അധ്യായമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 25 മുതലുള്ള തിരുവചനമാണ്. 25 മുതൽ 30 വരെയുള്ള തിരുവചനം നമ്മളതിൽ ഇങ്ങനെ വായിക്കുന്നു. യേശു ഉദ്ഘോഷിച്ചു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകികളിലും നിന്ന് മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. അതേ പിതാവേ, ഈ പ്രകാരമായിരുന്നു നിൻ്റെ തിരുവുള്ളം. സർവവും എൻ്റെ പിതാവിനെ ഏൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ മറ്റാരും പുത്രനെ അറിയുന്നില്ല. പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ മനസ്സാകുന്നുവോ അവനുമല്ലാതെ മറ്റാരും പിതാവിനെയും അറിയുന്നില്ല. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. എന്തെന്നാൽ എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. ഹല്ലേലൂയ. ഈ വചനത്തിൽ പ്രധാനമായിട്ടും ഒരു കാര്യം നമ്മൾ എടുത്തു വായിക്കുകയാണ്. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അധ്വാനിക്കുകയും ഭാരം വഹിക്കുകയും ചെയ്യുന്നവർ വരാനാണ് ഈശോ പറയുന്നത്. അധ്വാനിക്കുകയും ഭാരം വഹിക്കുകയും ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തരും എൻ്റെ അടുക്കൽ വരിക. പ്രിയമുള്ള ദൈവജനമേ, നമ്മളൊരു ദൈനംദിന ജീവിതത്തിൽ ഒരു ദിവസത്തിൽ ചെയ്യുന്ന അധ്വാനമല്ല ഈശോ ഇവിടെ ഉദ്ദേശിക്കുന്നത്. മറിച്ച് എൻ്റെ പാപങ്ങളെ പ്രതി അതിൽ നിന്ന് വിട്ടു നിൽക്കുവാൻ ഞാൻ ശീലിക്കുന്ന, ഞാൻ ഏറ്റെടുക്കുന്ന ഒരു അധ്വാനം എൻ്റെ വ്യക്തി ജീവിതത്തിലുണ്ട്. എൻ്റെ ദൈനംദിന ജീവിതത്തിൽ ഞാനൊരു ജോലി ചെയ്തുകൊണ്ടോ ഞാൻ എന്തെങ്കിലും ഭാരമേറിയ ചുമട് എൻ്റെ തോളിലെടുത്ത് വെച്ചിട്ട് ഞാൻ അധ്വാനിക്കുന്നതല്ല. മറിച്ച് എൻ്റെ പാപങ്ങൾ ഉപേക്ഷിക്കാൻ എനിക്കൊരു അധ്വാനം ആവശ്യമുണ്ട്. എൻ്റെ പാപങ്ങൾ ഉപേക്ഷിക്കാൻ ഞാൻ മനസ്സാകുന്നെങ്കിലും എൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നത് എൻ്റെ ശരീരം ഇഷ്ടപ്പെടണമെന്നില്ല. എൻ്റെ ശീലങ്ങൾ ഒരിക്കലും എൻ്റെ ആത്മാവിൻ്റെ ഇഷ്ടത്തിന് യെസ് പറയണമെന്നില്ല. അതുകൊണ്ട് പ്രിയമുള്ള ദൈവജനമേ, അധ്വാനിക്കുന്ന മക്കളെ ഈശോ ക്ഷണിക്കുന്നുണ്ട്. ഈശോയോട് ചേർന്ന് ജീവിക്കാൻ അധ്വാനിക്കുന്ന മക്കളെ കർത്താവായ ദൈവം തന്നോട് ചേർത്ത് വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ അധ്വാനങ്ങൾ എപ്പോഴും യേശുക്രിസ്തുവിൽ തന്നെ ആയിരിക്കട്ടെ. നമ്മുടെ അധ്വാനങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൽ തന്നെ ആയിരിക്കണം. കാരണം നമ്മുടെ അധ്വാനങ്ങളുടെ പ്രത്യേകത, ഞാൻ എൻ്റെ രീതിയിൽ, എൻ്റെ ബുദ്ധിയിൽ, എൻ്റെ കഴിവിൽ, എൻ്റെ ചിന്തയിൽ ഞാൻ അധ്വാനിക്കുന്നിടത്ത് പ്രിയമുള്ള ദൈവജനമേ, കർത്താവിന് എന്നെ സഹായിക്കാൻ, എന്നോട് കൂടെ ആയിരിക്കാനോ സാധിക്കത്തില്ല. മറിച്ച് ഞാൻ അധ്വാനിക്കുമ്പോൾ എൻ്റെ ഈശോയിൽ എനിക്ക് അധ്വാനിക്കാനായിട്ട് സാധിക്കണം. എൻ്റെ ഈശോ മിശിഹായിൽ എനിക്ക് അധ്വാനിക്കാൻ സാധിക്കണമെന്ന് പറയുന്നത് എൻ്റെ പാപങ്ങൾ ഉപേക്ഷിക്കാനും എൻ്റെ ശീലങ്ങൾ ഉപേക്ഷിക്കാനും ഞാനായിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന് ഞാനൊന്ന് മാറാനും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് കർത്താവായ ഈശോ മിശിഹായിൽ അധ്വാനിക്കാൻ നമ്മൾ ശ്രമിക്കുന്നിടത്ത് പാപങ്ങൾ ഏറ്റവും വേഗം നമ്മളെ വിട്ടുമാറുന്ന ഒരു അഭിഷേകത്തിൻ്റെ തലം കർത്താവിന് നമുക്ക് തരാനായിട്ട് സാധിക്കും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ഉദ്ഘോഷിച്ചു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകികളിലും നിന്ന് മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ക്രിസ്തു പിതാവിനെ സ്തുതിക്കാനുള്ള കാരണം നിങ്ങളെടുത്ത് നോക്കിയേ. ഈ കാര്യങ്ങൾ മറച്ചു വെച്ചതിൽ നിന്ന് കർത്താവ് ഒരു സ്തുതിപ്പ് ഉയർത്തുന്നുണ്ട് പിതാവായ ദൈവത്തിന്. ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തതിന് കർത്താവ് ഒരു സ്തുതിപ്പ് പിതാവായ ദൈവത്തിലേക്ക് ഉയർത്തുന്നുണ്ട്. മറച്ചു വെച്ചത് എന്താണ്? പിതാവായ ദൈവം ആരിൽ നിന്നാണ് മറച്ചു വെച്ചത്?
പിതാവായ ദൈവം സ്വർഗത്തിൻ്റെ രഹസ്യങ്ങൾ പ്രിയമുള്ള ദൈവജനമേ ഇന്ന് വരെ പൂർണ്ണമായ തോതിൽ നമുക്ക് ആർക്കും ലോകത്തിലുള്ള ഒരു ശുശ്രൂഷകർക്കോ വിശുദ്ധർക്കോ ദൈവം വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല. അതിൻ്റെ ഏതാനും അംശങ്ങൾ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ നമ്മുടെ കയ്യിൽ. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ അംശങ്ങൾ ലഭിച്ച നമ്മളെ സംബന്ധിച്ച് ദൈവം നമുക്ക് തന്നിരിക്കുന്ന അറിവോ ജ്ഞാനമോ അല്ല, മറിച്ച് ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് പൂർണ്ണമായി അവൻ്റെ മുൻപിൽ നമ്മൾ സറണ്ടർ ചെയ്യണം. നമ്മുടെ പാപങ്ങൾ നിറഞ്ഞ അവസ്ഥയോടുകൂടെ ദൈവത്തിന് മുമ്പിൽ സറണ്ടർ ചെയ്യണം, കീഴടങ്ങണം നമ്മൾ തമ്പുരാൻ്റെ മുൻപിൽ. ഞാനൊന്നുമല്ല എന്ന് പറഞ്ഞ് കീഴടങ്ങുന്നിടത്ത്, ആശ്രയത്വം ഉള്ളിടത്ത് പ്രിയമുള്ള ദൈവജനമേ, ഈശോ പറയുന്നില്ലേ, ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്ത കർത്താവിൻ്റെ ശക്തിയെക്കുറിച്ച്. ആശ്രയത്വം ഉണ്ടാവണം ദൈവത്തിൽ ആശ്രയത്വം ഉണ്ടെങ്കിൽ ഞാനും നിങ്ങളും ശൈശവത്വം എന്ന് പറയുന്ന ഒരു മനോഭാവത്തിലേക്ക്, അവസ്ഥയിലേക്ക് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യപ്പെടും. പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്ന മക്കളാണ് കുഞ്ഞുങ്ങൾ. നമ്മുടെ വ്യക്തി ജീവിതം എടുത്താൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്ന മക്കളാണ് കുഞ്ഞുങ്ങൾ. ഈ പൂർണ്ണമായിട്ട് കുഞ്ഞുങ്ങൾ ആശ്രയിക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മളെ എത്രയോ അധികമായവരെ താലോലിക്കുന്നു, സ്നേഹിക്കുന്നു, ഏറ്റെടുക്കുന്നു. ഇതിനേക്കാൾ എത്രയോ മടങ്ങധികം നമ്മൾ ദൈവത്തിൻ്റെ മുൻപിൽ ആശ്രയിക്കുമ്പോൾ അവൻ നമ്മെ സ്വീകരിക്കാതിരിക്കും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മളുടെ എല്ലാ തലങ്ങളും, നമ്മുടെ ബുദ്ധിയുടെ എല്ലാ അവസ്ഥകളും ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ വിവേകം അല്ലെങ്കിൽ ബുദ്ധി, ജ്ഞാനം എന്നൊക്കെ നമ്മൾ പറയുന്ന നമ്മളുടെ എല്ലാ കഴിവുകളും കർത്താവിൻ്റെ മുമ്പിൽ വിലകെട്ടത് തന്നെയാണ്. കർത്താവ് അതിനൊരു വിലയും കൽപ്പിക്കുന്നില്ല. മറിച്ച് ഈശോ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ കർത്താവ് കണ്ടത് എന്താ? അവരിൽ മുക്കുവന്മാരെ അവൻ തിരഞ്ഞെടുത്തപ്പോൾ അവരിലുള്ള ഡിഗ്രിയോ അവരുടെ കഴിവുകളോ അവരുടെ കുടുംബ കുലമഹിമകളോ ഒന്നും ദൈവം ഏറ്റെടുക്കുന്നില്ല, നോക്കുന്നില്ല. മറിച്ച് ഈശോ നോക്കുന്നത് അവരുടെ ഹൃദയത്തിനകത്തേക്കാണ്. കാരണം എനിക്ക് വേണ്ടി മരിക്കാൻ ഇവർക്ക് സാധിക്കുമെന്നല്ലാതെ മറ്റൊന്നും ഈശോ നോക്കിയിട്ടില്ല. അവരത് അക്ഷരം പ്രതി അനുസരിച്ച് കർത്താവിന് വേണ്ടി അവർ ജീവൻ വെടിഞ്ഞില്ലേ. ഇതിൻ്റെ പേരാണ് ശിശുക്കൾ എന്ന് പറയുന്ന അവസ്ഥ. സ്വർഗത്തിൻ്റെ ജ്ഞാനം നമുക്ക് ലഭിക്കണം. പ്രത്യേകിച്ച് വചനത്തെക്കുറിച്ച്, നമ്മുടെ പ്രാർത്ഥനകളെക്കുറിച്ച് നമുക്കൊരു ബോധ്യമില്ല എന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ കുറേ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഇന്നലെ ഞാൻ പറഞ്ഞു നിങ്ങളോട്, നിങ്ങൾ പ്രാർത്ഥനകളെല്ലാം ആത്മാവിനും ഹൃദയത്തിനും നിങ്ങളുടെ മനസ്സിനും വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ സമർപ്പിക്കുക. നിയോഗങ്ങൾക്ക് വേണ്ടി കൊടുക്കാൻ നമ്മുടെ കയ്യിൽ പ്രാർത്ഥനകൾ ദൈവം തന്നിട്ടില്ല. ആത്മവിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ ദൈവം നമുക്ക് തന്നിട്ടുള്ളൂ. ആ പ്രാർത്ഥനകൾ വഴിമാറ്റി ചെലവഴിക്കരുത്. കാരണം എൻ്റെ പ്രാർത്ഥനകൾ, എൻ്റെ ആത്മാവ് തിരിച്ചു ചെല്ലുമ്പോൾ കർത്താവ് അതിനോട് കണക്ക് ചോദിക്കുന്നൊരു സമയമുണ്ട്. അവിടെയാണ് നമ്മുടെ ഈ പ്രാർത്ഥനകൾ നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വഴിമാറ്റി ചെലവഴിക്കും. എൻ്റെ കാര്യങ്ങളൊക്കെ നടന്ന് ഈ ലോകത്തിൽ ഞാനെല്ലാം സെറ്റാക്കി, എനിക്ക് എല്ലാ സുഖ സൗകര്യങ്ങളിലും ഞാൻ ഇങ്ങനെ സ്മൂത്തായിട്ട് പോകും. പക്ഷേ ആത്മസ്ഥിതി കെട്ടുകിടക്കും. അതുകൊണ്ട് ദൈവം എനിക്ക് തന്ന പ്രാർത്ഥനാ ചൈതന്യത്തെ വഴിമാറ്റി ചെലവഴിക്കരുതൊരിക്കലും. എൻ്റെ ആവശ്യങ്ങൾ നിരവധിയാണ്. പക്ഷേ ഈ ആവശ്യങ്ങളോട് യേശു കർത്താവിൻ്റെ നാമത്തിൽ കൽപ്പിച്ച് അതിനെ ബന്ധിക്കാനുള്ള അധികാരം വ്യക്തിപരമായി നമ്മളിൽ ഉള്ളിടത്തോളം കാലം നമ്മളിലുള്ള ആരാധിക്കാനുള്ള, പ്രാർത്ഥിക്കാനുള്ള ആ ഒരു കൃപ നിയോഗങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കരുത്. ആമേൻ. ഹല്ലേലൂയ. ഉപവസിക്കുക, വിശുദ്ധ കുമ്പസാരം നടത്തുക. ചില സ്ഥലത്തെല്ലാം നമ്മൾ ധ്യാനിക്കാൻ ചെല്ലുമ്പോൾ നമ്മളോട് പറയും, ഈ ഒരു കാര്യം, ഈ ഒരു നിയോഗം നിങ്ങൾക്ക് സാധിച്ച് കിട്ടാത്തതിന് കാരണം നിങ്ങൾ പാപങ്ങൾ ഏറ്റുപറയാത്തത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ആ കുമ്പസാരത്തെ എന്തിനു വേണ്ടി ഉപയോഗിച്ചു പ്രിയപ്പെട്ടവർ? ആ കുമ്പസാരം പോലും നിയോഗങ്ങളെ പ്രതിയായില്ലേ? കുമ്പസാരം പോലും നിയോഗങ്ങളെ പ്രതിയായി. നിനക്ക് ഈ കാര്യം കിട്ടണോ? നീ നിത്യവും നീ വിശുദ്ധ കുർബാന, പരിശുദ്ധ കുർബാന നീ സ്വീകരിക്കണം, അല്ലെങ്കിൽ ബലി അർപ്പിക്കണം എന്ന് പറയുമ്പോൾ ബലി എന്തിനു വേണ്ടിയിട്ടായി? കാര്യസാധ്യത്തിനുള്ള ബലിയായില്ലേ? ഈശോ ബലിപീഠത്തിൽ ഇത്രത്തോളം കീറി മുറിയണത് നിന്റെ രോഗം മാറ്റാനാണോ? നിന്റെ ആത്മാവിനെ പ്രതിയല്ലേ? ഇതിനെ നമ്മൾ എങ്ങോട്ട് കൺവേർട്ട് ചെയ്താൽ മാറ്റുന്നത് പ്രിയപ്പെട്ടവരെ? നമ്മുടെ ആത്മസ്ഥിതിയെക്കുറിച്ചുള്ള ചിന്തയില്ലാതെ നമ്മുടെ പ്രാർത്ഥനകൾ മുഴുവൻ നമ്മൾ വഴിമാറ്റി ചെലവഴിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ പ്രാർത്ഥനകൾ മുഴുവൻ മറ്റു പല റൂട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക പ്രിയപ്പെട്ടവരെ. എന്നിട്ട് ഈ റൂട്ടിനെ പ്രതി, നമ്മൾ വഴിമാറ്റി ചെലവഴിച്ച ഈ റൂട്ടിനെ പ്രതി നമ്മൾ ഉത്കണ്ഠപ്പെട്ടുകൊണ്ടിരിക്കും. നമ്മുടെ കാലഘട്ടം ഒരു വിധം കഴിയുമ്പോൾ ഒരു വടി കുത്തിപ്പിടിച്ച് നടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. ഇന്നത്തെ കാലഘട്ടത്തിൽ അത്ര പോലും എത്തുന്നില്ല. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തി. നമ്മൾ മരണത്തോടടുക്കുമ്പോൾ പ്രിയമുള്ള ദൈവജനമേ, നമ്മുടെ ആത്മാവ് തേങ്ങുന്നൊരു തേങ്ങലുണ്ട്.
പല വ്യക്തികളും മരിച്ച് കിടക്കാറായി മരിക്കുന്നില്ല എന്നുള്ള അവസ്ഥയിൽ വിളിച്ച് പറയുമ്പോൾ ചില സ്ഥലത്തെല്ലാം പ്രാർത്ഥിക്കാൻ ചെല്ലുന്ന സമയത്ത് ഈ ആത്മാവിൻ്റെ അവസ്ഥ, ആത്മാവിനെ തിരിച്ചറിയാൻ പറ്റും. ശുശ്രൂഷ നിൽക്കുന്ന വ്യക്തികളുടെ ആത്മാക്കൾക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. എതിർവശത്തുള്ള ആത്മാവിൻ്റെ ആത്മസ്ഥിതി എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് കാണിച്ചു തരും പരിശുദ്ധാത്മാവ്. എത്ര വലിയ സ്വത്തും എന്താ പറയുക കോടികളുടെ ആസ്തിയുള്ള വ്യക്തികളാണെങ്കിലും മരണസമയത്ത് അവർ നേടിയെടുത്ത കോടികളും അവർ നേടിയെടുത്ത സ്വത്തുക്കളും അവർ നേടിയെടുത്ത ഈ ലോകത്തിലുള്ള സാധനങ്ങളും മാനങ്ങളും ബന്ധങ്ങളും എല്ലാം പ്രിയപ്പെട്ടവരെ ഒന്നിനും ഉപകരിക്കാത്ത ഒരു തലത്തിൽ ഈ ആത്മാവ് കെട്ടുകിടക്കുന്ന ഒരു തലമുണ്ട്. കയറിപ്പോകാൻ പറ്റാത്ത രീതിയിൽ, മരണം ഏറ്റെടുക്കാൻ പറ്റാത്ത രീതിയിൽ, ക്രിസ്തുവിൻ്റെ അടുത്തോട്ട് ചെല്ലാൻ പറ്റാത്ത രീതിയിൽ ശരീരവും ആത്മാവും മടി കാണിക്കുന്ന ഒരു സമയമുണ്ട്. കാരണം ദൈവം ഈ ആത്മവിശുദ്ധീകരണത്തിന് വേണ്ടി തന്ന സകല പ്രാർത്ഥനകളും നമ്മൾ വഴിമാറ്റി രോഗങ്ങൾക്ക് വേണ്ടി, കടബാധ്യത മാറാൻ, കുടുംബ പ്രശ്നങ്ങൾ മാറാൻ നമ്മളിങ്ങനെ ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഉത്കണ്ഠകളെ പ്രതി പ്രാർത്ഥനകൾ വഴിമാറ്റി ചെലവഴിച്ച് ആത്മാവിന് കിട്ടേണ്ട വിഹിതം ഒരു ദിവസം പോലും അതിന് കൃത്യമായിട്ട് കിട്ടുന്നില്ല. ഒരു ദിവസം പോലും കിട്ടുന്നില്ല. നിങ്ങൾ ആലോചിച്ചേ, ഞാൻ ഇന്നലെ പറഞ്ഞു ബാക്കി ഒന്നിൻ്റെയും കൗണ്ട് കർത്താവ് എടുത്തിട്ടില്ല. അപ്പം എത്ര പേർക്ക് മുറിച്ച് കൊടുത്തു എന്നുള്ള കൗണ്ടേ എടുത്തിട്ടുള്ളൂ. എത്ര പേർക്ക് അപ്പം മുറിച്ച് കിട്ടി? അപ്പം ഭക്ഷിച്ചവരുടെ എണ്ണം ഈശോ എടുത്തു പ്രിയപ്പെട്ടവരെ. ബാക്കിയൊന്നും കൗണ്ട് രേഖപ്പെടുത്തിയില്ല. എന്തുകൊണ്ടാണ് കർത്താവ് എണ്ണം രേഖപ്പെടുത്താത്തത്? അപ്പം മുറിച്ചു കൊടുത്തതിൻ്റെ മാത്രം എണ്ണം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് ആത്മാവിൻ്റെ ഭോജനത്തിൻ്റെ മുന്നാസ്വാദനമാണ്. പരിശുദ്ധ ബലിയിൽ വാഴ്ത്തി മുറിച്ചു കൊടുക്കുന്നതിൻ്റെ മുന്നാസ്വാദനമാണ് നമ്മൾ യോഹന്നാൻ 6 കാണുന്ന അപ്പം മുറിക്കൽ. കർത്താവിൻ്റെ 5 അപ്പം 5000 7000 പേർക്കൊക്കെ അതിൻ്റെ മുന്നാസ്വാദനമാകുന്ന അപ്പം മുറിച്ചു കൊടുത്തപ്പോൾ എത്ര പേര് ഭക്ഷിച്ചു എന്ന് സുവിശേഷകർ രേഖപ്പെടുത്താൻ കർത്താവ് സുവിശേഷകർക്ക് പ്രേരണ കൊടുത്തില്ലേ പ്രിയമുള്ളവരെ? അതുകൊണ്ട് നമ്മൾ സ്വീകരിച്ച അപ്പക്കഷ്ണങ്ങളെക്കാൾ നമ്മൾ സ്വീകരിച്ച നിത്യജീവൻ്റെ അച്ചാരത്തെക്കുറിച്ച് കർത്താവിന് കണക്കുണ്ട്. അതിൽ എത്ര എണ്ണം യോഗ്യതയോടെ സ്വീകരിച്ചു എന്നുള്ളതിൻ്റെയും കണക്ക് കർത്താവിൻ്റെ കയ്യിലുണ്ട്. എത്ര അപ്പം നിങ്ങൾ അയോഗ്യതയോടെ സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ കണക്കുണ്ട്. കണക്ക് കർത്താവ് സൂക്ഷിക്കും. നമ്മുടെ പാപങ്ങളുടെ എണ്ണം അവൻ മറന്നു കളയും, പക്ഷെ നമ്മൾ മറക്കില്ല. ക്രിസ്തു വിശുദ്ധ കുമ്പസാരത്തിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ കർത്താവ് അത് പാപമോചനം തന്ന ആ പാപത്തെ ഈശോ മറക്കും. പക്ഷെ നമ്മളിൽ അത് മറക്കാൻ സാത്താൻ അനുവദിക്കില്ല. അവനിങ്ങനെ നമ്മളിൽ കുറ്റബോധം തന്ന് ഈ ആ പാപത്തെക്കുറിച്ച് വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തി വീണ്ടും നിരാശയുടെ പടുകുഴിയിലേക്ക് നമ്മളെ കൊണ്ടുപോകും. നമ്മുടെ ദുഃഖത്തെ നിരാശയാക്കി മാറ്റാൻ സാത്താൻ അറിയാം. ദുഃഖത്തെ അവൻ നിരാശയാക്കി മാറ്റും. ഇവിടെയാണ് ഈ വചനത്തിൻ്റെ പ്രസക്തി. കർത്താവ് ഇത് ബുദ്ധിമാന്മാരിലും വിവേകികളിലും നിന്ന് മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ആമേൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളിൽ നിഷ്കളങ്കമായിട്ടുള്ള അപേക്ഷകൾ ദൈവത്തിന് മുമ്പിൽ എത്തിയിട്ടുണ്ടാകണം. നമ്മുടെ പ്രാർത്ഥനകളിൽ നിഷ്കളങ്കമായിട്ടുള്ളൊരു അപേക്ഷ, അതായത് എന്ത് പ്രാർത്ഥിക്കണമെന്ന് നമുക്കറിയില്ല. പ്രാർത്ഥന എങ്ങോട്ട് അതിൻ്റെ വിഹിതം സ്വീകരിക്കണമെന്ന് നമ്മളറിയില്ല. നമ്മുടെ പ്രാർത്ഥനകളുടെ വിഹിതങ്ങളെല്ലാം നമ്മൾ നിയോഗത്തിലേക്ക് സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നു മുതലെങ്കിലും അതിലൊരു മാറ്റം വരണം. ഞാനൊരു ജപമാല ചൊല്ലിയാൽ അതിൻ്റെ വിഹിതം ആത്മാവിലേക്ക് സ്വീകരിക്കണേ. നിങ്ങളൊരു ജപമാല ചൊല്ലി ഒരു അരമണിക്കൂർ ബൈബിൾ വായിച്ചാൽ, കർത്താവേ ഞാൻ ഈ വായിച്ച വചനത്തിൻ്റെ, ഞാൻ ചൊല്ലിയ ജപമാലയുടെ അഭിഷേകത്തിൻ്റെ വിഹിതം എൻ്റെ ഒരു നിയോഗത്തിലേക്കും പോകാൻ നീ അനുവദിക്കരുത് എന്നേറ്റു പറയാനുള്ള ഒരു തൻ്റെ ഇടം, ഒരു സ്പിരിച്വൽ പേഴ്സണാലിറ്റി നമുക്കുണ്ടെങ്കിൽ നമ്മൾക്കതിനെ നിയോഗത്തിലേക്ക് വരവ് വയ്ക്കാതെ ആത്മാവിലേക്ക് വരവ് വയ്ക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ആത്മാവിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനകളുടെ, ഉപവാസത്തിൻ്റെ, കൂദാശകളുടെ അഭിഷേകത്തെ നിങ്ങൾ വരവ് വെച്ചാൽ നിങ്ങളുടെ മരണം നല്ല മരണമായിരിക്കും. പ്രിയപ്പെട്ട ദൈവജനമേ, നല്ല മരണം ഈശോ നമുക്ക് തരും. പരിശുദ്ധ ബലിപീഠം വിട്ടൊരു ജീവിതം ഉണ്ടാകരുത്. ഒരിക്കലൊരു ഈ കഴിഞ്ഞ 1.5 മാസം മുമ്പ് കുർബാനയ്ക്ക് വേണ്ടി 15 മിനിറ്റ് മുമ്പ് ദേവാലയത്തിലെത്തി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കണ്ണടച്ച് കണ്ണ് തുറന്ന് ആദ്യം പ്രാർത്ഥിച്ചു. വരുന്നവരെയൊക്കെ നോക്കുമ്പോൾ
മാതാവിൻ്റെ കൺട്രോളിൽ പോകുന്നുണ്ട്. അമ്മ ഇങ്ങനെ സന്ദേശം തരും, നീ ബലിപീഠത്തിലേക്ക് മാത്രം നോക്കാം. മാതാവ് സന്ദേശം തന്നു. അപ്പോൾ ഞാനിങ്ങനെ ബലിപീഠത്തിലേക്ക് മാത്രം നോക്കി, ഇനി കണ്ണടയ്ക്കാം. അപ്പോൾ അങ്ങനെ കണ്ണടച്ച് ബലിപീഠം മാത്രം നോക്കുമ്പോൾ ഇങ്ങനെ ഈശോ പരിശുദ്ധ അമ്മ വഴി ഇങ്ങനെ കാണിച്ചു തരികയാണ് 7 വിരികൾ ആ ബലിപീഠത്തിൽ. മാലാഖമാർ ഇങ്ങനെ എന്താ പറയുക, ചിറക് ധരിച്ച മാലാഖമാർ രണ്ടറ്റത്തും നിന്നുകൊണ്ട് ഇങ്ങനെ 7 വിരികൾ ആ ബലിപീഠത്തിൽ അണിയിക്കുന്നത് ഇങ്ങനെ സന്ദേശം ഇങ്ങനെ കണ്ടിട്ട് എന്ത് മനോഹരമായ കാഴ്ചയാണെന്നറിയോ പ്രിയപ്പെട്ടവരെ. 7 വിരികൾ ഇങ്ങനെ കൊണ്ടുവന്നു. അപ്പം അമ്മേ മാതാവേ, ഇതിൻ്റെ അർത്ഥം എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. 7 വിരി, ആദ്യത്തെ വിരി വിരിക്കുന്നുണ്ട്, ബലിപീഠം ഒരുക്കുന്നുണ്ട്, രണ്ടാമത്തെ വിരി വിരിക്കുന്നുണ്ട്, ബലിപീഠം ഒരുക്കുന്നുണ്ട്. ആ ഒരു സമയം ആ അൾത്താരയിൽ സകല വിശുദ്ധരുടെ മാലാഖമാരുടെ വലിയൊരു സാന്നിധ്യത്തിൽ ആ അൾത്താര കാണിച്ചു തരുമ്പോൾ പ്രിയമുള്ള ദൈവജനമേ, നമ്മൾ എന്താ പറയുക, നമ്മൾ ലോകത്തിൽ എന്തെല്ലാം കണ്ടിട്ടുണ്ടെങ്കിലും എവിടെയെല്ലാം പോയിട്ടുണ്ടെങ്കിലും എത്രയോ സ്ഥലങ്ങളിൽ ഈശോ കൊണ്ടുപോയത്. പക്ഷേ ഒരിടത്ത് നമ്മൾക്ക് എന്ത് കണ്ട് ആസ്വാദനം സ്വീകരിച്ച കണ്ണുകളാണെങ്കിലും ദർശനങ്ങളിൽ പരിശുദ്ധാത്മാവ് തരുന്ന ആസ്വാദനത്തെക്കാൾ വലുതായിട്ട് ലോകത്തിലൊന്നുമില്ല എന്നുള്ളത് ക്ലിയറായിട്ട് പരിശുദ്ധാത്മാവ് വീണ്ടും വീണ്ടും ഇങ്ങനെ കാണിച്ചു തരിക. അപ്പോൾ അത് ഈ ബലിപീഠം ഇങ്ങനെ അണിയിച്ചൊരുക്കുന്ന മാലാഖമാരുടെ ഗണങ്ങളെ ഈശോ കാണിച്ചു തന്നു. നീ ഏതെല്ലാം അവസ്ഥകളിൽ, നീ എത്രയേറെ നിയോഗങ്ങൾ ഓരോ ബലിപീഠത്തിലേക്ക് നീ സമർപ്പിക്കുന്നുവോ പ്രിയമുള്ള ദൈവജനമേ, അതെല്ലാം ഓരോ വിധികളായിട്ട് അവിടെ സമർപ്പിക്കുന്നുണ്ട്. നീ സമർപ്പിച്ച നിയോഗങ്ങൾ ഒരു തവണ നീ ബലിപീഠത്തിലേക്ക് കൊടുത്തത് പിന്നെ വീണ്ടും നീ അതിനെക്കുറിച്ച് ആകുലപ്പെടുമ്പോഴാണ് നീ സമർപ്പിക്കപ്പെട്ട നിയോഗത്തിൽ ബലിപീഠത്തിൽ നിന്ന് ഉത്തരം കിട്ടാത്തതെന്നാണ് പരിശുദ്ധമ്മ പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബലിപീഠത്തിൽ നമ്മളിപ്പോൾ പറയണം, എൻ്റെ ക്യാൻസറാണ് ഈശോയെ, എൻ്റെ ക്യാൻസർ മാറണം, ഈ ഇൻറ്റൻഷൻ ഞാൻ ബലിപീഠത്തിൽ കൊടുക്കുക. ഈ ഇൻറ്റൻഷൻ ഞാൻ ബലിപീഠത്തിൽ കൊടുത്തു, ബലി അതിൻ്റെ പൂർണ്ണതയിൽ ഞാൻ അർപ്പിച്ച് ഈശോയെ സ്വീകരിച്ച് ഞാൻ തിരിച്ചു പോകുന്ന വഴിയിൽ എൻ്റെ ഉത്കണ്ഠ എന്താണ്? ഞാൻ അർപ്പിച്ച ബലിയിൽ നിന്ന് എനിക്ക് കിട്ടിയ അഭിഷേകമൊന്നും എൻ്റെ മനസ്സിലില്ല, മറിച്ച് എൻ്റെ ക്യാൻസറിനെ കുറിച്ച് ഉത്കണ്ഠപ്പെട്ടുകൊണ്ട് ഞാൻ തിരിച്ച് യാത്രയാവുക ബലിപീഠത്തിൽ നിന്ന്. ഇതാണ് ബലിയിൽ നിന്ന് എനിക്ക് ഒന്നും കിട്ടാത്തതിൻ്റെ കാരണം ഒരേ സമയം ഞാൻ ബലിപീഠത്തിൽ അർപ്പിക്കുകയും ഒരേ സമയം ബലിപീഠത്തെ സംശയിക്കുകയും ചെയ്യുന്ന മനോഭാവമാണ് നമ്മിലുള്ളത്. അതുകൊണ്ട് ഈശോ പറയുന്നു, പരിശുദ്ധ അമ്മ വഴി ഈശോ പറയുന്നു, ബലിപീഠത്തെ സംശയിക്കല്ലേ പ്രിയപ്പെട്ടവരെ. കാരണം ബലി എന്ന് പറയുന്നത് തന്നെ ഗോതമ്പ് അപ്പമാണ്. മറഞ്ഞിരിക്കുന്നതിനെ കണ്ടുപിടിക്കാനുള്ള മത്സരമാണ് ബലി എന്ന് പറയുന്നത്. ഗോതമ്പപ്പത്തിന് പുറകിൽ മറഞ്ഞിരിക്കുന്നവനെ കണ്ടുപിടിക്കുന്നതിനുള്ള ആത്മാവിൻ്റെ മത്സരത്തിൻ്റെ പേരാണ് ബലി എന്ന് പരിശുദ്ധ അമ്മ പറയാറുണ്ട്. കാരണം എത്ര ബലി അർപ്പിച്ചപ്പോഴാണ് നിനക്കത് കണ്ടുപിടിക്കാനായിട്ടുള്ളത്? ഇതൊരു ചലഞ്ചായിട്ട് സ്വർഗം നമുക്ക് തന്നിരിക്കുന്നതാണ്. മറഞ്ഞിരിക്കുന്നവനെ കണ്ടുപിടിക്കണം, മറഞ്ഞിരിക്കുന്നതിനെ ഏറ്റെടുക്കണം. മത്തായി 10:26 നമ്മൾ വായിക്കുന്നില്ലേ, മറഞ്ഞിരിക്കുന്നതൊന്നും വെളിച്ചത്ത് വരാതിരിക്കുകയില്ല. വെളിച്ചമെന്ന് പറയുന്നത് എന്താണ്? വെളിച്ചമെന്ന് പറയുന്നത് ക്രിസ്തു ഇരുളിനെ മാറ്റി നിർത്താൻ വേണ്ടി തന്ന ഒരു പ്രകാശമാണ്. ഇരുളിനെ മാറ്റാൻ വേണ്ടി, ഇരുളിനെ സെപ്പറേറ്റ് ആക്കി നമുക്ക് തന്ന ഒരവസ്ഥയാണ് വെളിച്ചം അഥവാ പകലെന്ന് പറയുന്നെങ്കിൽ, പകലിന് യോജിച്ച വിധം ജീവിക്കുമ്പോൾ മറഞ്ഞിരിക്കുന്നതിനെ കാണാനുള്ള കൃപ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന മക്കളുടെ മനസ്സിന് കൊടുക്കും. അതുകൊണ്ട് നിങ്ങൾ ബലി അർപ്പിക്കുമ്പോൾ അതൊരു മത്സരമാണ് പ്രിയപ്പെട്ടവരെ. ആരോടുള്ള മത്സരമാണ്? എൻ്റെ ശരീരത്തോടുള്ള എൻ്റെ ആത്മാവിൻ്റെ മത്സരമാണ് ബലിയർപ്പണം. മറ്റാരോടുമില്ല അവിടെ. എൻ്റെ ശരീരത്തോട് എൻ്റെ ആത്മാവ് മത്സരിക്കുന്നതിൻ്റെ പേരാണ് ബലിയർപ്പണം. എന്തിനു വേണ്ടിയിട്ടാണ്? പരിശുദ്ധ കുർബാന. ഗോതമ്പപ്പം ഞാൻ കാണുന്നുണ്ട്, ഒരു വൈറ്റ് കളറിൽ പുരോഹിതൻ എടുത്ത് പിടിച്ചിരിക്കുന്ന അപ്പത്തിൻ്റെ അകത്തുള്ള ക്രിസ്തുവിനെ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അത് കണ്ടുപിടിക്കാൻ എൻ്റെ ആത്മാവ് എൻ്റെ ശരീരത്തോട് മത്സരിക്കുമ്പോൾ ആത്മാവിനെ ഹെൽപ്പ് ചെയ്യുന്നൊരു വ്യക്തിയുണ്ട്. അതിലൊന്ന് എൻ്റെ പേരിന് കാരണക്കാരിയായ വിശുദ്ധനോ വിശുദ്ധയും, 2 എൻ്റെ കാവൽ മാലാഖയും. ഇവർ 2 പേരെന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടി? മറഞ്ഞിരിക്കുന്ന ക്രിസ്തുവിനെ കണ്ടെത്താൻ. ആമേൻ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ. ഇത് അനുഭവമാണ്. ക്രിസ്തു എന്ന് പറയുന്ന അനുഭവം എനിക്ക് കിട്ടാനുള്ള ഒരു സ്ഥലമാണ് പ്രിയമുള്ളവരെ ബലിപീഠം എന്ന് പറയുന്നത്. ഈ അനുഭവം കിട്ടാത്ത വ്യക്തികളെ സംബന്ധിച്ച്, ബലി ആ വ്യക്തികളെ സംബന്ധിച്ച്
അപൂർണമാണ്. കർത്താവിൻ്റെ ബലി അപൂർണമല്ല. പക്ഷെ ഇൻഡിവിജ്വലി നമ്മളെ സംബന്ധിച്ച് ബലിയിൽ പൂർണ്ണത വരുന്നത് എൻ്റെ പാർട്ടിസിപ്പേഷനും കൂടെ ഉൾപ്പെടുമ്പോഴാണ്. എൻ്റെ പാർട്ടിസിപ്പേഷൻ മോശമാണെങ്കിൽ ബലിയും അപൂർണമാണ് എന്നെ സംബന്ധിച്ച്. അപ്പോൾ നമ്മുടെ ബലി പൂർണ്ണമാവണമെങ്കിൽ നിൻ്റെ പാർട്ടിസിപ്പേഷൻ ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നീ അത് കൂടുതൽ അതിൽ ഇൻവോൾവ് ആവണം. ഞാൻ പറഞ്ഞ പോലെ ഒരു മത്സര ബുദ്ധി ഉണ്ടാവണം. നിൻ്റെ ശരീരത്തെ തോൽപ്പിക്കാൻ ആത്മാവ് മത്സരിക്കുമ്പോൾ നിൻ്റെ ശരീരത്തെ കീഴ്പ്പെടുത്താനായിട്ട് നിൻ്റെ ശരീരത്തിൻ്റെ ഇഷ്ടങ്ങളോട് നീ നോ പറയുന്നതാണ് ബലിയിൽ നിനക്ക് കിട്ടുന്ന ബലിയർപ്പിക്കാനുള്ള നിൻ്റെ ഒരുക്കം. അതാണ്. അതുകൊണ്ട് ബലിയർപ്പിക്കാനായിട്ട് നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ ബലിയർപ്പകനും ബലിവസ്തുവും ഒരാൾ തന്നെയായ ഓൾട്ടറിൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഇൻറ്റൻഷൻസ് സമർപ്പിക്കുമ്പോൾ ഒരു ഇൻറ്റൻഷൻ നമ്മൾ വെക്കേണ്ടത് ഈ ബലിയിൽ മറഞ്ഞിരിക്കുന്ന ക്രിസ്തുവെ എനിക്ക് നിന്നെ കാണണം എന്നുള്ള നിയോഗം നമ്മൾ സമർപ്പിക്കണം. ബലിയിൽ പരിശുദ്ധ കുർബാനയിൽ മറഞ്ഞിരിക്കുന്ന ഈശോയെ നീ ഇതിനകത്ത് മറഞ്ഞിരിക്കുന്നുണ്ടെന്ന് കാലാകാലങ്ങളായി ഞാൻ കേൾക്കുക. എനിക്ക് നിന്നെ കാണണം, എനിക്ക് നിന്നെ കാണണം. ഈ ഒരു നിയോഗം ഓരോ ബലിയിലും നിങ്ങൾ സമർപ്പിക്കണം പ്രിയപ്പെട്ടവരെ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈശോയെ ഇങ്ങനെ എടുത്തുയർത്തുമ്പോൾ ചോര മാറുന്ന തിരുമുഖം അതിനകത്ത് കർത്താവ് നിങ്ങൾക്ക് കാണിച്ചു തരും. ബലിപീഠത്തിന് മുന്നിലും മുട്ടവും തീക്കുന്ന പരിശുദ്ധമ്മയെ ഈശോ നിങ്ങൾക്ക് കാണിച്ചു തരും. ബലിപീഠത്തിന് ചുറ്റുമായിരിക്കുന്ന വിശുദ്ധരുടെ സ്വർഗത്തിൻ്റെ സമൂഹത്തെ ദൈവം നിങ്ങൾക്ക് കാണിച്ചു തരും. ദൈവത്തിൻ്റെ വലിയൊരു പരിപാലന അവിടെ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. നിങ്ങൾ ഭാരമില്ലാത്തൊരവസ്ഥയിലായിരിക്കും ബലിയർപ്പിക്കാൻ നിൽക്കുന്നത്. ഒരു ഭാരം ഉണ്ടാവില്ല. യഥാർത്ഥ ബലിയർപ്പിക്കാൻ നിൽക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് ബലിയർപ്പണ സമയത്ത് ഒരു ഭാരവും ഇല്ലാതെ ഇങ്ങനെ നമ്മളിങ്ങനെ എയറിൽ നിൽക്കും, പറന്ന് നിൽക്കുന്നൊരു ഫീലാണ് യഥാർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് അർപ്പിക്കുന്ന ബലിയിൽ. നമ്മളിങ്ങനെ പൊങ്ങി നിൽക്കുക, ഒരു ഭാരവുമില്ല. ജീവിതത്തിൻ്റെതും എന്താ പറയുക ആകുലതകളുടേതും നിരാശകളുടേതുമായിട്ടുള്ള ഒരു ഭാരവും ഇല്ലാതെ ഉയർന്നു നിന്ന് ആ അന്തരീക്ഷത്തിലായിരുന്നു കൊണ്ട് ബലിയർപ്പിക്കാനായിട്ട് നമുക്ക് പറ്റും. പ്രിയമുള്ളവരെ, ഈ ഈശോയെ ഞാൻ സ്വീകരിച്ച ആ ഒരു അസുലഭ മുഹൂർത്തമുണ്ട്. നമുക്കിപ്പോൾ ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. കുറേ പേര് നല്ല ഉറക്കമാണ്. ഇന്നലെ രാത്രി 1-1.5 മണി വരെ ഇവിടെ നല്ല പരിപാടി ആയിരുന്നുകൊണ്ട് എല്ലാവരും നല്ല ഉറക്കമാണ്. അപ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കുക, നമ്മൾ ബലിക്ക് വേണ്ടിയിട്ട് ഇന്നൊരുങ്ങി തുടങ്ങണം. നാളത്തെ ബലിക്ക് വേണ്ടിയിട്ട് ഇന്നൊരുങ്ങി തുടങ്ങുന്നിടത്ത് കർത്താവ് നിങ്ങൾക്ക് വലിയ കാര്യങ്ങൾ ചെയ്യും. ആ ഒരു ബലി, ആ ഒരു എന്താ പറയുക പ്രത്യേകമായ ഒരു അവസ്ഥ സ്വർഗം ക്രിയേറ്റ് ചെയ്യുന്ന, സ്വർഗം ഇറങ്ങി വന്ന് നമ്മളെ പരിപാലിക്കുന്ന സമയമാണ്. നമ്മളൊരു വിലയും കൊടുത്തിട്ടില്ല ഇന്ന് വരെ. ആ സമയത്ത് ജോലി ഉണ്ടെങ്കിൽ നമ്മൾ ബലി മാറ്റിവെക്കും. ബലി മാറ്റിവെച്ച് കിട്ടുന്ന ഒരു ജോലിക്കും പ്രിയപ്പെട്ടവരെ നിങ്ങൾ പോവരുത്. ബലി മുടങ്ങും എന്നുള്ള സ്ഥലത്ത് നിങ്ങൾ ജോലിക്ക് പ്രവേശിക്കരുത്. ഞായറാഴ്ച ജോലി ചെയ്യേണ്ട അവസ്ഥ വന്നാൽ ആത്മാവ് കെട്ടുപോകും. ആത്മാവ് എത്തേണ്ട സ്ഥലത്ത് എത്താൻ പറ്റാത്ത ഒരവസ്ഥ വരും കേട്ടോ. സൺഡേസിലൊക്കെ വർക്ക് ചെയ്യുമ്പം കാലഘട്ടം മാറുകയാണിത്. അതുകൊണ്ട് അപ്പോൾ നിങ്ങൾ ബലി എന്ന് പറയുന്ന ഏറ്റവും പുണ്യമായിട്ടുള്ള ആ മുഹൂർത്തത്തിൽ ഈശോ തൻ്റെ തിരുശരീര രക്തങ്ങളെ നമ്മുടെ നാവിലാണ് വെച്ച് തരുന്നത്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ തന്നെ തൻ്റെ ചങ്ക് പറിച്ച് ഇങ്ങനെ വെച്ച് തരുന്നതിന് തുല്യമാണ്. ചങ്ക് പറിച്ച് കർത്താവ് നമ്മുടെ അധരത്തിലേക്ക് വെച്ച് തരുമ്പോൾ സ്വീകരിക്കുന്ന നാവിന് മറ്റൊരു ടേസ്റ്റും ആ സമയത്ത് ഉണ്ടാവരുത്. അതുകൊണ്ട് ഭക്ഷണം ആ ഒരു നേരം നിങ്ങൾ സ്കിപ്പ് ചെയ്യുക. ആ ഒരു നേരത്തെ ഫുഡ് നിങ്ങൾ സ്കിപ്പ് ചെയ്യുക. ഫുഡ് കഴിക്കണ്ട നിങ്ങൾ ആ ഒരു നേരം. അത് സ്പിരിച്വൽ ഫുഡ് മാത്രമായിരിക്കട്ടെ. അതായത് ബലിയർപ്പണത്തിൻ്റെ രാവിലെ ഉള്ള ബലിയിൽ ആ ബലി നിങ്ങൾ സ്വീകരിച്ചാൽ അത് ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാം. ഇവിടെ അല്ല കേട്ടോ, വീട്ടിൽ ചെന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഭക്ഷണം നിങ്ങൾ കഴിച്ചേ പറ്റൂ. നിങ്ങൾ അനുദിനം അർപ്പിക്കുന്ന ബലിയിൽ ആ ഒരു ബലി അർപ്പിക്കുന്ന ആ ഒരു നേരത്തെ ഫുഡ് ഈശോൻ്റെ ശരീരം മാത്രമായിരിക്കട്ടെ. അത് സ്പിരിച്വൽ ഫുഡാണ്. ശരീരത്തിന് ആ സമയം ഒന്നും കൊടുക്കണ്ട. അങ്ങനെ നിങ്ങൾ ബലിക്കൊരു ഇമ്പോർട്ടൻസ് ലൈഫിൽ കൊടുത്തു നോക്കിക്കോ. ഈശോയെ രക്ഷകനാഥനായിട്ട് സ്വീകരിച്ചൊന്ന് നമ്മളിങ്ങനെ വാഗൊണ്ട് കുറേ പറയാനൊക്കെ പറ്റും. പ്രവൃത്തിയിലൊന്ന് കാണിച്ചു കൊടുക്കുക ഈശോയ്ക്ക്. അങ്ങനെ കാണിച്ചു കൊടുക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഒരാവശ്യത്തിലും ഈശോ കൂടെ ഇല്ലാതിരിക്കില്ല. നിങ്ങൾ കുറേ കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, കുറേ നെഞ്ചത്ത് തിടിച്ചും കുറേ ഉപവസിച്ചും ഒക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എത്ര വർഷമായി ഈ പ്രെയർ, ഈ ഒരു രീതി നിങ്ങൾ ഫോളോ ചെയ്യുന്നത്? വല്ല ഗുണം ഉണ്ടായിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? എന്തെങ്കിലും ഗുണം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് സാധിച്ചു കിട്ടുന്നുണ്ടോ? എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഒരു നിയോഗം നിങ്ങൾ നേടിയെടുക്കുന്നത്? എന്തൊരു ഫൂളിഷ്നെസ് ആയത്. നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്ന രീതിയിൽ വ്യത്യാസം വരാത്തത് കൊണ്ടാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ സമർപ്പിക്കുന്ന രീതി ഇപ്പോഴും മാറിയിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, കൽപ്പിക്കാനുള്ള അധികാരത്തെ
ശാസിക്കാനുള്ള അധികാരത്തെ നിങ്ങൾ ഉപയോഗിക്കുന്നില്ല. കൽപ്പിക്കണം, ശാസിക്കണം യേശുവിൻ്റെ നാമത്തിൽ. യേശുവിൻ്റെ നാമത്തിൽ നീ ശാസിച്ചാൽ ശാസനം സ്വീകരിക്കും സാത്താൻ. അവന് പേടിയാ, അവൻ നിന്നെ വിട്ടുമാറും, അവൻ നിന്നെ വിട്ട് ദൂരെ ഓടിപ്പോകും. യേശുവിൻ്റെ നാമത്തിൽ നീ ശാസിച്ചാൽ സാത്താൻ നിന്നെ വിട്ടുമാറും. അവൻ്റെ ആധിപത്യം നിന്നിൽ നിന്ന് വിട്ടുമാറും. നീ ആയിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന് സാത്താൻ്റെ ആധിപത്യം വിട്ടുമാറും. ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സാത്താൻ്റെ ആധിപത്യം വിട്ടുമാറും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. അധികാരമുണ്ട് നമുക്ക്. ഈ അധികാരത്തെയാണ് നമ്മൾ ഒന്നും ഉപയോഗിക്കാതെ, ഒരു മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്ന മുഖ്യമന്ത്രി ഒന്നും ചെയ്യാതെ എന്തെങ്കിലുമൊക്കെ കാണിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ. അപ്പോൾ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു സീറ്റ്, വെറും ഒരു സീറ്റ് അല്ല, സീറ്റ് ഓഫ് വിസ്ഡം, പരിശുദ്ധ അമ്മ തന്നെയായ ജ്ഞാനത്തിൻ്റെ സിംഹാസനമാണ് നമ്മളായിരിക്കുന്ന അവസ്ഥ. അമ്മയുടെ മടിയിൽ നമ്മളായിരിക്കുന്നുണ്ടെങ്കിൽ, നമ്മളായിരിക്കുന്നത് സീറ്റ് ഓഫ് വിസ്ഡം, പരിശുദ്ധ അമ്മ ദിവ്യജ്ഞാനത്തിൻ്റെ സിംഹാസനത്തിലാണ് നമ്മളിരിക്കുന്നത്. കാരണം നമ്മൾ പരിശുദ്ധ അമ്മയുടെ മടിയിലാണ്. ഈ ഒരു ജ്ഞാനം നമ്മളിലുണ്ടെങ്കിൽ ഈ ഒരു ജ്ഞാനത്തിൽ കൽപ്പിക്കാൻ പറ്റും, നമുക്ക് കൽപ്പിക്കാൻ പറ്റും, ശാസിക്കാൻ പറ്റും. അമ്മ പഠിപ്പിച്ചതാ, പരിശുദ്ധ മറിയം പഠിപ്പിച്ചതാ. പല സ്ഥലത്തും പല സ്ഥലങ്ങളിലും പല ശുശ്രൂഷ മേഖലകളിലും ചെല്ലുമ്പോഴും നമ്മൾ പുതിയ ശുശ്രൂഷകൾ എടുക്കുമ്പോൾ, ചില വിടുതൽ ശുശ്രൂഷകൾ ചെയ്യുന്ന സമയത്തെല്ലാം ആ ശുശ്രൂഷ കഴിയുമ്പോൾ അതിന് തൊട്ട് മുൻപോ വീട്ടിൽ നിന്നൊരു കോള് വരും. അപ്പോൾ നമുക്ക് ഉദ്ദേശിക്കാതെ ശുശ്രൂഷ എങ്ങനെ ആയിരിക്കും എന്നുള്ളതിനെ പറ്റി ഏകദേശം ഒരു ധാരണ വരും. വീട്ടിൽ നിന്ന് വരുന്ന കോള് നമ്മുടെ കണ്ണ് നനയിക്കുന്നൊരു കോളായിരിക്കും. അപ്പോൾ ആ കോള് വരുന്നതിന് മുൻപ് പരിശുദ്ധ അമ്മ പറയും, ഇങ്ങനെ നീ ശാസിക്കുക, അടച്ചു കെട്ടുക, സീൽ ചെയ്യാൻ പറയും. ഭവനം യേശുവിൻ്റെ പരിശുദ്ധ ജലത്താൽ നിന്റെ ഭവനത്തെ നീ സീൽ ചെയ്യാൻ പറയും. സീൽ ചെയ്ത് പൂട്ടി സൂക്ഷിക്കാൻ പറയും. 4 ദിക്കിൽ നിന്ന് ഭവനത്തെയും നിൻ്റെ ബന്ധുജനങ്ങളെയും നിൻ്റെ ഭാര്യയെയും നീ ആയിരിക്കുന്ന എല്ലാ അവസ്ഥകളെയും നീ സീൽ ചെയ്ത് സൂക്ഷിക്കാൻ പറയും. സീൽ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടോ, ഇവിടെ നിന്ന് വിട്ടുപോണത് അവിടെ ഇരിക്കും. അപ്പോൾ നമ്മൾ ഏത് ശുശ്രൂഷ, ഏത് പ്രാർത്ഥനകൾ, ഏതൊരുക്കത്തിൻ്റെ ശുശ്രൂഷകൾ, എന്ത് നിയോഗങ്ങൾ സമർപ്പിച്ചുള്ള പ്രാർത്ഥനകൾ, എന്ത് തന്നെ നിങ്ങൾ സമർപ്പിച്ചാലും നിങ്ങളായിരിക്കുന്ന ഭവനം, നിങ്ങളുടെ ആത്മീയ ജീവിതം, നിങ്ങളുടെ വ്യക്തിബന്ധങ്ങളെയെല്ലാം നിങ്ങൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ സീൽ ചെയ്യണം. അവൻ്റെ വിശുദ്ധ കുരിശിൻ്റെ മുദ്രയാൽ സീൽ ചെയ്യാതെ ഒരു പ്രാർത്ഥന പോലും ദൈവസന്നിധിയിലേക്ക് എത്തരുത്. ഹല്ലേലൂയ. ആത്മാക്കളെ നേടുന്ന വ്യക്തിയാണ് സാത്താൻ ഏറ്റവും വലിയ ശത്രു. ആത്മാക്കളെ നേടുന്ന വ്യക്തി. നിങ്ങൾ ആത്മസ്ഥിതിയെക്കുറിച്ച് ഉത്കണ്ഠപ്പെട്ടിരിക്കുകയാണെങ്കിൽ സാത്താനാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായിട്ട് നിങ്ങളോട് കൂടെ നിൽക്കുന്നത്. നേരെ മറിച്ച് നിങ്ങളുടെ ജീവിത നിയോഗത്തെക്കുറിച്ച് ദുഃഖിച്ച് നിൽക്കുകയാണോ, സാത്താൻ നിങ്ങളുടെ അരികത്തുണ്ടാവില്ല. കാരണം ഓൾറെഡി നിങ്ങൾ ആ പൈശാചികതയിൽ മൂവ് ചെയ്യുന്നതുകൊണ്ട് അവൻ്റെ ആവശ്യം നിങ്ങൾക്കില്ല. ഓക്കെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ആത്മസ്ഥിതിയെക്കുറിച്ചൊന്ന് ദുഃഖിച്ചിരുന്ന് നോക്ക്, സാത്താൻ കൂടെ നിൽക്കും. കാരണം ആ ചിന്തയിൽ നിന്ന് നിന്നെ വ്യതിചലിപ്പിക്കാൻ ആ ഒരു സ്പിരിറ്റ് നിൻ്റെ അടുത്ത് നിൽക്കും. നിന്റെ നിയോഗങ്ങളെപ്പറ്റി നീ ചിന്തിച്ചുകൊണ്ട് ഭാരപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഈ അരൂപി നിന്നോടുകൂടെ ഇല്ല. കാരണം നീ തന്നെ ഓൾറെഡി നിൻ്റെ വഴിക്ക് തന്നെ ആ രൂപിയുടെ കൺട്രോളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്താ, നിയോഗങ്ങൾ തന്നത് സ്വർഗമല്ല. നിനക്ക് ക്യാൻസർ ദൈവം തന്നിട്ടില്ല, നിനക്ക് കടബാധ്യത ദൈവം തന്നിട്ടില്ല, നിനക്ക് കുടുംബ പ്രശ്നങ്ങളും ദൈവം തന്നിട്ടില്ല. പിന്നെ ഇതെവിടെ നിന്ന് വന്നു? ആ വന്ന വഴി, ആ വന്നവൻ തന്നവന് അറിയാം ഇതെവിടെ നിന്നാണെന്ന്. അതിനെക്കുറിച്ചാണ് ആകുലപ്പെട്ട് പ്രാർത്ഥിക്കുന്നതെങ്കിൽ അവൻ്റെ കൺട്രോളിലാണ് നീ പോകുന്നത്. ജീവിത ഭാരം പ്രിയമുള്ളവരെ ആകുലതയാക്കരുത്. ആകുലതയാക്കിയാൽ പ്രിയപ്പെട്ട ദൈവജനമേ, അത് നിങ്ങളെ നിർമൂലനാശമാക്കുന്നത് വരെ നിങ്ങളെ വിട്ടു പോവില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതത്തിലൊരു ഭാരമോ ദുഃഖമോ അസ്വസ്ഥതകളോ വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിലേക്ക് മാത്രമേ സമർപ്പിക്കാൻ പാടുള്ളൂ. ആകുലതയായിട്ട് അതിനെ സ്വീകരിക്കല്ലേ. ദുഃഖം ഒരിക്കലും നിരാശയാവരുത്. ദുഃഖത്തിൻ്റെ ഫോമിൽ നിന്ന് മാറാൻ പാടില്ല. ദുഃഖത്തിൻ്റെ ഫോമിൽ നിന്ന് അത് മാറണമെങ്കിൽ വ്യാകുലത്തിൻ്റെ ഫോമിലേക്ക് മാറണം.
ആകുലത എന്ന ഫോമിലേക്ക് ദുഃഖം മാറരുത്. ഹല്ലേലൂയ. ദുഃഖം വ്യാകുലം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറാം. ദുഃഖം ആകുലത എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറാൻ അനുവദിക്കരുത്. ദുഃഖം വ്യാകുലം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറിയാൽ പരിശുദ്ധ വ്യാകുല മാതാവ്, പരിശുദ്ധ അമ്മ നിന്നെ സപ്പോർട്ട് ചെയ്യും. ദുഃഖത്തെ ആകുലതയാക്കിയാൽ ആകുലതയുടെ അടിസ്ഥാനമാകുന്ന സാത്താൻ അത് നിന്നെ ഏറ്റെടുക്കും. അതുകൊണ്ട് നിന്നിൽ ഒരു ദുഃഖമുണ്ടെങ്കിൽ അത് സഹനമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നിലൊരു ദുഃഖമുണ്ടെങ്കിൽ അതൊരിക്കലും സഹനമല്ല. ദുഃഖത്തെ സഹനമായിട്ട് കാണരുത്. ദുഃഖം എന്ന് പറയുന്നത് നിന്റെ ആത്മാവ് ദൈവത്തിന് കൊടുക്കുന്ന പ്രാർത്ഥനയുടെ മറ്റൊരു രൂപമാണ്. നിന്റെ ആത്മാവ് ദൈവത്തിന് കൊടുക്കുന്ന പ്രാർത്ഥനയുടെ മറ്റൊരു രൂപമാണ് ദുഃഖം. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ഫോം മാറാൻ ഈശോ അനുവദിക്കുന്നില്ല. ആ ദുഃഖം പ്രാർത്ഥനയാകുന്നു എന്ന് പറയുമ്പോൾ അതിനെ പ്രാർത്ഥനയല്ലാതാക്കാനാണ് ദുഃഖത്തെ സാത്താൻ നിരാശയിലേക്കും ആകുലതയിലേക്കും വലിച്ചുകൊണ്ടു പോകുന്നത്. ദുഃഖം പ്രാർത്ഥനയാണെന്ന് സാത്താന് ബോധ്യപ്പെട്ടാൽ ദുഃഖത്തെ നിരാശയാക്കി, ദുഃഖത്തെ ആകുലതയാക്കി സാത്താൻ മാറ്റും. അങ്ങനെ ആകുലതയാക്കി, നിരാശയാക്കി മാറ്റി, അങ്ങനെ വരുന്നിടത്ത് ആ വ്യക്തി ക്രമേണ ചിന്തിക്കുന്നത് എന്താ? ഞാൻ യൂസ്ലെസ് ആണ്, ഞാൻ സൂയിസൈഡ് ചെയ്യും. ഇങ്ങനെ പറയുന്ന ഒത്തിരി പേരുണ്ട്. ഞാൻ യൂസ്ലെസ് ആണ്, ഞാൻ സൂയിസൈഡ് ചെയ്യും. ഒരു കുട്ടി, ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് വന്നപ്പോൾ PG കോമിന് പഠിക്കുന്ന മോളാണ്. അപ്പോൾ ഇവള് വന്ന് ഉള്ള വോക്കൽ കോഡിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, വോക്കൽ കോഡ് എന്ത് പറ്റി? വോക്കൽ കോഡ് ഡിസ്ലൊക്കേറ്റായി. ഓക്കെ, അപ്പോൾ വോക്കൽ കോഡ് എങ്ങനെ ഡിസ്ലൊക്കേറ്റായി എന്ന് ചോദിച്ചു. അപകടം പറ്റിയോ? ഇല്ല. പിന്നെ എങ്ങനെ ഡിസ്ലൊക്കേറ്റായി? ഞാൻ സൂയിസൈഡ് ചെയ്യാൻ നോക്കിയതാണ്. സൂയിസൈഡ് ചെയ്യാൻ നോക്കി. ഞാനിങ്ങനെ ആ ലാസ്റ്റ് മൊമെൻറ്റിലേക്ക് ഞാനിങ്ങനെ പോവാം. മരണം, ഇപ്പം മരിക്കും എന്നുള്ളൊരു തലത്തിലേക്ക് പോയപ്പോൾ ഡോറ് ചവിട്ടിപ്പൊളിച്ച് എൻ്റെ അമ്മയും കുറച്ച് പേരും കൂടി വന്ന് എന്നെ പൊക്കി. എൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വന്നതായിരുന്നു. ഞാൻ ഇപ്പോൾ പറയാം, ഞാനിങ്ങനെ ആ മരണത്തിലേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് ബ്രദറെ ഞാൻ കണ്ടൊരു വിഷനുണ്ട്. ഒരു വലിയൊരു ഭീമാകാരമായിട്ടുള്ള ഒരു അരൂപി വന്ന് നിൽക്കുന്നതും, ഈ അരൂപിയാൽ ഞാൻ ആ തൂങ്ങിക്കിടന്ന ഫാനും ആ മുറി മൊത്തം അന്ധകാരം. അവൾ പറയും, എൻ്റെ ലൈഫിൽ ഇരുട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ ലൈഫിൽ ഇരുട്ട് കണ്ടിട്ടുണ്ട്, പക്ഷെ അന്ധകാരത്തെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അന്ധകാരം ഫോം എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് ഞാൻ കംപ്ലീറ്റ് മാറുക. കറുത്ത മേഘങ്ങൾ, കറുത്ത അവസ്ഥകൾ, കറുത്തിരുണ്ട രൂപങ്ങൾ മാത്രം എനിക്ക് ചുറ്റും. ഈ രൂപങ്ങൾ പിന്നീട് ഇങ്ങോട്ട് പല്ലിളിച്ച് വരിക എന്ന് ഇവള് പറയാം. അപ്പോൾ ഇവള് ചിന്തിക്കുക, ഞാൻ ചെയ്തത് എന്തും മണ്ടത്തരമാണെന്ന് ചിന്തിക്കുമ്പോഴാണുള്ള കാല് വന്ന് പൊക്കുന്നതും. പിന്നെ ഒറ്റയടിക്കുകൾ പറയാണ്, ഒരു പ്രകാശം വന്നു. അപ്പോൾ തന്നെ എൻ്റെ ബോധം പോയി, എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. പക്ഷേ അത് മുറുകിയത് കൊണ്ട് ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നം, അത് മാറുന്നില്ല. അപ്പോൾ സംസാരിക്കുമ്പോൾ വായിൽ ബ്ലീഡിങ് വരിക. പ്രിയമുള്ള ദൈവജനമേ, അപ്പോൾ മരണത്തിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല ഇപ്പോഴും എന്തെന്താണെന്ന്. ഏറ്റവും കൂടുതൽ സൂയിസൈഡ് ചെയ്യുന്നവർ ക്രിസ്ത്യൻസാണ്. നമ്മൾ ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതൽ സൂയിസൈഡ്. കാരണം എന്താണെന്നറിയോ? നമ്മൾ ജീവിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് തന്നെ സാത്താന ഏറ്റവും കൂടുതൽ അടിക്കുന്നത് നമുക്കെതിരെയാണ്. ബാക്കിയുള്ളതെല്ലാം എടുത്ത് നിങ്ങൾ നോക്കിയോ, അത്രത്തോളം അടിക്കത്തില്ല. നമ്മൾ ജീവിക്കുന്ന ദൈവത്തെ വിശ്വസിക്കുന്നത് കൊണ്ട് ഈ ജീവിക്കുന്ന ദൈവം പ്രത്യാശ തരുമ്പോൾ അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് അവൻ തന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പാപാവസ്ഥ അനുസരിച്ച് അതിലേക്ക് നമ്മൾക്കൊരു ചായ്വുള്ളത് കൊണ്ട് അതിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. സോ ഇത് നമ്മളെ കീഴടക്കുന്ന ഈ ഒരു സ്പിരിറ്റ്, അന്ധകാരത്തിൻ്റെ മാക്സിമം. നമ്മൾക്കറിയാം, അഴിക്ക് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. അഴിക്ക് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ഈ അന്ധകാരം ഒരിക്കലും മാറിയിട്ടില്ല. അന്ധകാരത്തിനെതിരെ ദൈവത്തിൻ്റെ പ്രകാശവും ഇരുളിനെതിരെ ദൈവത്തിൻ്റെ വെളിച്ചവുമാണ് വന്നതെങ്കിൽ ഈ അന്ധകാരം എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ദൈവം സൃഷ്ടിച്ചതല്ലാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു എന്ന് ഉൽപ്പത്തിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അന്ധകാരം മാത്രമാണ്. അപ്പോൾ ഈ അന്ധകാരം ഉണ്ടെങ്കിൽ അതിൻ്റെ അവസ്ഥയിലേക്ക് നീ പോകുന്നത് എപ്പോഴാണെന്നറിയോ? നിൻ്റെ ആത്മസ്ഥിതി കെട്ടുപോകുന്ന തലത്തിലെല്ലാം നീ ഇതിലേക്ക് പോകും. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കുക. നമ്മുടെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ ഈ ഒരു ആത്മാവിനെ മാത്രം നോക്കിയാൽ മതി. തിരിച്ചേൽപ്പിക്കാൻ ദൈവം സൂക്ഷിക്കാൻ തന്നാണെങ്കിൽ അത് ഏറ്റവും ഭംഗിയായി തന്നെ ദൈവത്തിന് തിരിച്ചേൽപ്പിക്കാൻ നമ്മൾ ഒരുങ്ങണം പ്രിയപ്പെട്ടവരെ. അപ്പോൾ അതിനെതിരെ സാത്താൻ അവൻ്റെ എല്ലാ ആയുധങ്ങളും ധരിച്ചുകൊണ്ട് അവൻ വരും.
വിട്ടുകൊടുക്കരുത് ജീവിതത്തെ, തളർന്നു പോകരുത് ജീവിതത്തിൽ. എന്ത് നഷ്ടപ്പെട്ടാലും നിന്റെ ഈശോ നിന്റെ ഉള്ളിലുള്ളിടത്തോളം കാലം നിന്റെ ചുറ്റും നിൽക്കുന്ന സാത്താന് നിന്നെ തൊടാൻ പറ്റില്ല. പക്ഷെ നിന്റെ ഈശോ നിന്റെ ഉള്ളിൽ നിന്ന് മാറുകയല്ല, നീ മാറ്റുന്നൊരു സമയമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളിലുള്ള ദുഃഖം എന്ന് പറയുന്ന ആ ഒരവസ്ഥ, ആകുലത, നിരാശ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് രൂപമാറ്റം വരാൻ അനുവദിക്കല്ലേ. ദുരിതമായിരിക്കും നിങ്ങൾക്ക്. ആ ഒരവസ്ഥയിലേക്ക് അത് രൂപമാറ്റം വരണമെങ്കിൽ എന്നിലുള്ള ദുഃഖം വെറുതെ നിരാശയായിട്ട് രൂപമാറ്റം വരുന്നതല്ല. ഞാനായിരിക്കുന്ന ഭവനത്തിൻ്റെ, എൻ്റെ ജീവിത പശ്ചാത്തലത്തിൻ്റെ എല്ലാ ചുറ്റുപാടുകളും ക്രമീകരിക്കും സാത്താൻ, പിശാച്. ക്രമീകരിച്ച് ഒരിടത്ത് നിന്നും എനിക്ക് ആശ്വാസം കിട്ടാത്ത തരത്തിൽ എൻ്റെ ദുഃഖത്തെ മാറ്റിയതിന് ശേഷമേ അതിനെ അവൻ നിരാശയിലേക്ക് എത്തിക്കുകയുള്ളൂ. അപ്പോഴേക്കും എൻ്റെ ആത്മസ്ഥിതി പൂർണ്ണമായും കെട്ടുപോയിട്ടുണ്ടാവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നേരെ മറിച്ച് ഈ ദുഃഖമായി തന്നെ നിന്നാൽ നിന്റെ നെടുവീർപ്പുകളെ ഞാൻ പ്രാർത്ഥനയായി സ്വീകരിക്കുമെന്ന് പറയുന്ന വചനത്തിൻ്റെ പൂർത്തീകരണമാണ് അവിടെ നടക്കുന്നത്. ദാറ്റ് മീൻസ് അതൊരു പ്രെയറാണ്, അതൊരു പ്രാർത്ഥനയാണ്. നമ്മുടെ ദുഃഖങ്ങളൊരു പ്രാർത്ഥനയാണ്. ചില ദുഃഖം വരുമ്പോൾ നമ്മളിങ്ങനെ അനങ്ങാതിരിക്കണം തമ്പുരാൻ്റെ മുമ്പിൽ. ദുഃഖമാണെന്നറിയാം, ഇങ്ങനെ നമ്മൾ അനങ്ങാതെ ഇങ്ങനെ ഈശോയുടെ മുമ്പിൽ ഇരുന്നിട്ട് നമ്മുടെ മനസ്സിങ്ങനെ ആ നെഞ്ചിടിപ്പിൻ്റെ താളം, നല്ല ദുഃഖമുള്ള സമയത്ത് നമ്മുടെ നെഞ്ചിടിപ്പിൻ്റെ താളം നമ്മുടെ കാതുകളിൽ കിട്ടിക്കൊണ്ടിരിക്കും. ഈശോ അത് പ്രാർത്ഥനയായിട്ട് സ്വീകരിച്ച് കുറച്ച് സമയം കഴിയുമ്പോൾ ഈശോയുടെ ഒരു അഭിഷേകം നമ്മളിലേക്ക് വന്ന് നമ്മളിങ്ങനെ മൊത്തത്തിലൊന്ന് ഫ്രീ ആക്കി, നമ്മളെ ഒന്ന് കൂളാക്കി കർത്താവ് മാറ്റിയിട്ടേ പിന്നെ നമ്മളവിടെ നിന്ന് എഴുന്നേക്കുകയുള്ളൂ. ആ ദുഃഖത്തിൽ നമുക്ക് എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറേ നടന്ന് ആരോടെങ്കിലുമൊക്കെ ഒന്ന് മെക്കിട്ട് കയറി ആരെങ്കിലുമൊക്കെ ഒന്ന് ദ്രോഹിച്ച് ആശ്വാസം കണ്ടെത്തുന്ന ചില രീതികളുമുണ്ട്. ചില വ്യക്തികൾ കാണിക്കുന്ന സ്വഭാവ വൈകൃതങ്ങളുണ്ട്. പ്രിയമുള്ള ദൈവജനമേ, അത് എന്തിനെങ്കിലും നശിപ്പിൽ നിർത്തുന്ന സ്പിരിറ്റുണ്ട്. ഏതെങ്കിലും ഒന്ന് നശിച്ചു കഴിയുമ്പോൾ ആ സ്പിരിറ്റ് അടങ്ങുന്ന തരത്തിലുള്ളതുണ്ട്. പക്ഷേ നിങ്ങളുടെ ദുഃഖത്തെ കർത്താവിനെ ഏൽപ്പിച്ച് കർത്താവിൽ നിന്ന് ആശ്വാസം സ്വീകരിച്ച് അതിൽ നിന്ന് പുറത്തു വരാൻ നിങ്ങൾ ശ്രമിച്ചെങ്കിൽ മാത്രമേ ദുഃഖം പ്രാർത്ഥനയാകുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആകുലതകളും നിരാശകളും ദൈവത്തിന് കൊടുത്തിട്ട് എൻ്റെ പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ അത് പ്രാർത്ഥനയല്ല. ദൈവത്തിൻ്റെ പ്രാർത്ഥനയിൽ സാത്താൻ മിക്സ് ആവാൻ പാടില്ല. നിരാശകളൊരിക്കലും പ്രാർത്ഥനയായിട്ട് സ്വീകരിക്കപ്പെടില്ല. നമ്മൾക്കിങ്ങനെ പറയുമ്പോൾ ഒരു ഭംഗിയിലൊക്കെ പറയാം, പക്ഷേ നിരാശകളുടെ ആ ഒരു ഫോം ഒരിക്കലും പ്രാർത്ഥനയായിട്ട് സ്വീകരിക്കപ്പെടുകയില്ല. നിരാശ എന്ന് പറയുന്ന അവസ്ഥ സാത്താൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ദൈവം എന്ന് പറയുന്ന പ്രത്യാശയുടെ നേർവിപരീത പദമാണ്. എനിക്കെങ്ങനെ സാത്താനെ ദൈവകരങ്ങളിൽ കൊടുക്കാൻ പറ്റും? നിരാശയിലേക്ക് ഈശോ എന്നെ വിടുന്നില്ല, അവൻ എന്നെ ദുഃഖത്തിൽ നിന്ന് പ്രത്യാശയിലേക്ക് ഈശോ എന്നെ വിട്ടിട്ടുള്ളൂ. ദുഃഖത്തിൽ നിന്ന് നിരാശയിലേക്ക് വിടുന്നത് സാത്താനും, ദുഃഖത്തിൽ നിന്ന് പ്രത്യാശയിലേക്ക് വിടുന്നത് കർത്താവ് ഈശോ മിശിഹായുമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. അതേ പിതാവേ, ഈ പ്രകാരം ആയിരുന്നു നിൻ്റെ തിരുവുള്ളം. അതേ പിതാവേ, ആ പ്രാർത്ഥന നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്. ഈശോ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഒരു സംഭാഷണത്തെ പ്രാർത്ഥനയാക്കി മാറ്റിയില്ലേ കർത്താവ്? ഒരു സംഭാഷണമാണ് അതേ പിതാവേ എന്ന് പറഞ്ഞാൽ. എന്താ പറയുക, ഫേസ് ടു ഫേസ് ഒരു ഇൻട്രാക്ഷൻ, ഒരു സംസാരം നടക്കുകയാണ് അവിടെ. ഫേസ് ടു ഫേസ് ഒരാളോട് ഇരുന്ന് സംസാരിക്കുന്ന ഫീലാണ്. മുന്നിലിരിക്കുന്ന ഒരാളുമായിട്ട് നമ്മൾ മനസ്സ് തുറന്ന് സംസാരിക്കുന്നതിൻ്റെ വിളിക്കുന്ന പേര് പ്രാർത്ഥനയാണ്. അത് എൻ്റെ അപ്പൻ, സ്വർഗത്തിലിരിക്കുന്ന എൻ്റെ അപ്പനോട് എനിക്കത് ചെയ്യാൻ പറ്റുമെങ്കിൽ എത്രയോ മനോഹരമാണ് നമ്മുടെ പ്രാർത്ഥനകൾ. സ്വർഗത്തിലിരിക്കുന്ന എൻ്റെ അപ്പനോട് എനിക്കിങ്ങനെ ഒന്ന് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ, പ്രിയപ്പെട്ട ദൈവജനമേ, ഇവിടെ ഈശോ പറഞ്ഞത് പ്രാർത്ഥനകളിൽ അതേ പിതാവേ അതായിരുന്നു നിൻ്റെ തിരുവുള്ളം, അതേ പിതാവേ അതായിരുന്നു നിൻ്റെ തിരുവുള്ളം. അത് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്
ഈശോ തരുമ്പോൾ നമ്മൾ വിചാരിക്കുമോ അതങ്ങനെ ഒരു ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ, അനക്കണ്ട എന്നുള്ളതല്ല. അതിനെ നമ്മൾ കീറി മുറിക്കണേ. നമ്മുടെ ആത്മാവിൻ്റെ തലങ്ങളിൽ ബൈബിളിൽ എഴുതിയിരിക്കുന്ന വചനങ്ങളെ കീറി മുറിച്ച് ആ കീറി മുറിക്കപ്പെട്ട ഗ്യാപ്പിലേക്ക് എൻ്റെ ആത്മാവിനെ സമർപ്പിച്ച്, വചനം എന്ന് പറയുന്നത് യേശു കർത്താവിൻ്റെ ആത്മാവും ജീവനുമാണ്, ഇത് അക്ഷരങ്ങളല്ല. അതുകൊണ്ട് തന്നെ ആത്മാവും ജീവനുമാകുന്ന വചനം എൻ്റെ ആത്മസ്ഥിതിയിൽ വന്നു ചേരണമെങ്കിൽ അതിനെ ഞാൻ എൻ്റെ ആത്മാവിലിട്ട് അതിനെ ഞാനിങ്ങനെ കീറി മുറിച്ച് കീറി അതിനെ പരിശോധിക്കുമ്പോൾ ആ സ്ഥിതിയിലേക്ക് എൻ്റെ ആത്മാവ് ലയിച്ചു ചേരണം. എങ്കിലേ വചനത്തിൽ നിന്ന് നിങ്ങൾക്ക് അഭിഷേകം സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ. വചനത്തെ ഒരിക്കലും കാണാതെ പഠിക്കല്ലേ. വചനത്തെ നിങ്ങൾ കീറുന്നിടത്ത് അത് നിങ്ങളിൽ മാംസം ധരിച്ചോളും. നിങ്ങളുടെ ആത്മാവിൽ അത് മാംസം ധരിക്കും. അത് പിന്നെ ഒരു കാലത്തും നിങ്ങളെ വിട്ടുപോകത്തില്ല, ഒരു കാലത്തും വിട്ടുപോകത്തില്ല. കുറേ വചനങ്ങൾ നോക്കി പോകുന്നതിനേക്കാൾ ഒരു വചനം തന്നെ എടുത്ത് അതിനെ കീറണം നിങ്ങൾ. അതിൻ്റെ ഓരോ അക്ഷരങ്ങൾ മാറ്റി വെച്ച് അതിൽ നിന്ന് നിങ്ങൾ അഭിഷേകത്തെ സ്വീകരിക്കണേ. കാരണം ദൈവതിരുവചനം എന്ന് പറയുന്നത് ആത്മാവും ജീവനുമാണ്. അത് മടിയിൽ വയ്ക്കേണ്ടതാണ്, ഫോണിൽ സൂക്ഷിക്കേണ്ടതല്ല. അതുകൊണ്ട് ആ വചനത്തെ സ്വീകരിക്കുക. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളൊരു വചനം, ഒത്തിരി പേര് വചനം എന്താ പറയുക, ഫോണിൽ വാട്സപ്പ് വഴിയൊക്കെ വചനം എഴുതി പോസ്റ്റ് ചെയ്യാറുണ്ട്, പലർക്കും സെൻഡ് ചെയ്യാറുണ്ട്. പ്രിയമുള്ളവരെ, ഒരിക്കലും വചനം അങ്ങനെ സെൻഡ് ചെയ്ത് കാണാതെ അറിയണം. അറിയാത്ത വചനം മറ്റൊരാൾക്ക് എഴുതി വിടരുത്. ഫോർവേഡഡ് മെസ്സേജാണത്. അതിൽ എൻ്റെ ഒരു പാർട്ടിസിപ്പേഷൻ ഇല്ല ആ വചനം മറ്റൊരാൾക്ക് അയച്ചതിൽ. കാരണം ബൈബിളിൽ നിന്ന് ഞാനത് ഫോർവേഡ് ചെയ്തു. അത് ഫോർവേഡഡ് മെസ്സേജാണ്. ഒരിക്കലും അത് പാടില്ല. ഞാൻ ക്രിയേറ്റ് ചെയ്ത മെസ്സേജ് ആയിരിക്കണം വചനം. അപ്പോൾ വചനം ഞാൻ കാണാതെ എൻ്റെ ഉള്ളിൽ ഹൃദിസ്ഥമാക്കിയ വചനം ബൈബിളിൽ നോക്കാതെ എൻ്റെ ആത്മസ്ഥിതിയിൽ നിന്ന് ആ വചനത്തെ ദൈവത്തിലേക്ക് കൊടുക്കാൻ അല്ലെങ്കിൽ മറ്റൊരാളിലേക്ക് കൈമാറാൻ സാധിച്ചാൽ ആ വചനം ആദ്യം നിന്നിൽ മാംസം ധരിക്കും. നിന്നിൽ നിന്ന് നിൻ്റെ ഫോണിലൂടെ അനേകരിലേക്ക്. അത് നല്ല രീതിയാണ്. അതല്ലാതെ വചനത്തെ ഒരിക്കലും ബൈബിളിൽ നിന്നൊരു ഫോർവേഡഡ് മെസ്സേജ് മറ്റൊരാളിലേക്ക് പോകരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾക്ക് അതിൽ നിന്നൊരു ലാഭത്തിൻ്റെ വിഹിതം ഉണ്ടാകണം പ്രിയപ്പെട്ടവരെ. കാരണം ഈ വചനത്തെ ഇവിടെ നിന്നെടുത്ത് വേറൊരാൾക്ക് കൊടുക്കുമ്പോൾ എനിക്കെന്താ മെച്ചം? എനിക്കൊരു മെച്ചം കിട്ടണ്ടേ? അപ്പോൾ അത് ഇങ്ങനെ പോകുന്നതല്ലേ നല്ലത് പ്രിയപ്പെട്ടവരെ. വചനം ഇവിടെ നിന്ന് ഇങ്ങോട്ട്, ഇവിടെ നിന്ന് എല്ലാവരിലേക്കും പോകുന്നതല്ലേ നല്ലത്. അപ്പോൾ അതിൻ്റെ ഒരു അംശമെങ്കിലും ബാക്കി കിടക്കും ഇതിനകത്ത്. അങ്ങനെ വചനത്തെ നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? നിങ്ങളിൽ നിന്ന് അങ്ങനെ പോട്ടെ, അത് കർത്താവിൻ്റെ ഹിതമാണ്. അതല്ലാത്തതൊന്നും ദൈവീകതയിലല്ല. ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവവും എൻ്റെ പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ മറ്റാരും പുത്രനെ അറിയുന്നില്ല. സർവ്വതും പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. ആരെ? പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പ്രിയമുള്ള ദൈവജനമേ, പിതാവ് സർവ്വതും പുത്രനെ ഏൽപ്പിച്ചെങ്കിൽ ഈ പുത്രൻ നമ്മളോട് പറഞ്ഞതാണ്, എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കണം. പുത്രൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുമ്പോൾ പുത്രന് ഈ ഭൂമിയിൽ ഒരു നാമം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് യേശു എന്നുള്ളതാണ്. യേശു എന്നുള്ളതാണ്. പുത്രൻ എന്ന് പറയുന്ന അവസ്ഥയെ ഞാൻ ക്രിസ്തു എന്ന് വിളിക്കുകയാണ്. അപ്പോൾ യേശു ക്രിസ്തു എന്ന് പൂർണ്ണനാമത്തിൽ അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ അവസ്ഥയിൽ ഞാൻ പിതാവിനോട് എന്ത് ചോദിച്ചാലും, അതിൻ്റെ അധികാരത്തിൽ ഞാൻ കൽപ്പിച്ചാലും, ആ ഒരു യോഗ്യതയിൽ ആവശ്യപ്പെടുന്നതെന്തും സ്വർഗത്തിലും ഭൂമിയിലും സാധിച്ചു കിട്ടും. ഹല്ലേലൂയ. സ്വർഗത്തിലും ഭൂമിയിലും പുത്രൻ്റെ നാമം ഉപയോഗിക്കുമ്പോൾ സാധിച്ചു കിട്ടണമെങ്കിൽ, സ്വർഗത്തിൽ നിന്ന് പുത്രൻ്റെ നാമത്തിൽ എനിക്ക് സാധിച്ചു കിട്ടണമെങ്കിലാണ് ക്രിസ്തു അനുഭവം എനിക്കുണ്ടാവേണ്ടത്. ഹല്ലേലൂയ. ഭൂമിയിൽ നിന്ന് പുത്രൻ്റെ നാമത്തിൽ സാധിച്ചു കിട്ടണമെങ്കിൽ യേശു എന്ന അനുഭവം എനിക്കുണ്ടായാൽ മതി. ഹല്ലേലൂയ. ഭൂമിയിൽ നിന്ന് പുത്രൻ്റെ നാമത്തിൽ എന്തെങ്കിലും എനിക്ക് ഇൻറ്റൻഷൻസ് നേടിയെടുക്കണമെങ്കിൽ യേശു നാമത്തിൻ്റെ ശക്തിയെ ഞാൻ അറിഞ്ഞാൽ മതി, ഭൂമിയിലുള്ളതെല്ലാം എനിക്ക് കിട്ടും. സ്വർഗത്തിൽ നിന്ന്
എനിക്ക് പുത്രൻ്റെ നാമത്തിൽ അപ്പനോട് ചോദിക്കുന്നതെല്ലാം എനിക്ക് കിട്ടണമെങ്കിൽ, പ്രിയമുള്ള ദൈവജനമേ, അത് ക്രിസ്തു എന്ന പുത്രനെ അറിയാത്തവർക്ക് സാധിക്കത്തില്ല. ഇവിടെയാണ് ഞാൻ ഈ ധ്യാനത്തിൻ്റെ പേര് നിങ്ങളോട് പറഞ്ഞത്, ക്രിസ്തു അനുഭവം എന്ന് പറഞ്ഞതാ. ഇവിടെയാണ് ഈശോ പറയുന്നത്, പിതാവ് എല്ലാ കാര്യങ്ങളും പുത്രനെ ഏൽപ്പിച്ചിട്ടുണ്ട്. പുത്രൻ എന്ന് പറയുന്നതിൻ്റെ ഒരു ഫിസിക്കൽ ഫോമാണ് യേശു. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയിൽ പറയുന്നത്, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, പരിശുദ്ധാത്മാവ് വരും. നീ കൺസീവ് ആകണമെങ്കിൽ 2 കാര്യമുണ്ട്. അത്യുന്നതൻ്റെ ശക്തി വരണം, അതാണ് പുത്രൻ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ആവസിക്കും, അതാണ് യേശു ക്രിസ്തു, യേശു. ഇത് രണ്ടും ഒന്നിക്കുന്നുണ്ട് ഇവിടെ പരിശുദ്ധ അമ്മയിൽ. അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മ ഭൂമിയിലും സ്വർഗത്തിലും ഒരുപോലെ അധികാരം ലഭിച്ചവളാണ് പരിശുദ്ധ കന്യക മറിയം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ കാനായിൽ അമ്മ പറഞ്ഞില്ലേ, ഭൂമിയിലും സ്വർഗത്തിലും അമ്മ കമാൻഡ് ചെയ്തു. കാനായിൽ ഭൂമിയിലോട് കമാൻഡ് ചെയ്തു, സ്വർഗത്തോടും അമ്മ കമാൻഡ് ചെയ്തു. 2 രീതിയിലാണ്. ഭൂമിയിനോട് അമ്മ കമാൻഡ് ചെയ്തത് എന്താ? അവൻ പറയുന്നത് പോലെ ചെയ്യുക. സ്വർഗത്തോട് അമ്മ കമാൻഡ് ചെയ്തത് എന്താണ്? അവർക്ക് വീഞ്ഞില്ല. ആമേൻ, ഹല്ലേലൂയ. അമ്മയുടെ ഒരു കമാൻഡിങ് പവർ കണ്ടോ? 2 സ്ഥലത്ത് ഒറ്റ വാക്ക്. ഒരുപാടൊന്നും എക്സ്പ്ലനേഷൻ അമ്മ കൊടുക്കുന്നില്ല. അമ്മയുടെ സംസാരം എല്ലാം ചുരുങ്ങിയതാണ്, വളരെ എളിമയിൽ നിന്നുള്ളതാണ്. സംസാരിക്കുന്ന വാക്കിന് അമ്മയ്ക്ക് അളന്നു മുറിച്ച് അമ്മ സംസാരിച്ചിട്ടുള്ളൂ ബൈബിളിൽ. ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങനെയെല്ലാം മുറിച്ച് നിർത്തുക. ഞാൻ പുരുഷൻ അറിയുന്നില്ല, എക്സ്പ്ലനേഷൻ ഒന്നുമില്ല. ഇങ്ങനെ അമ്മ സംസാരിച്ച വേർഡ്സ് എല്ലാം വളരെ ചുരുക്കമാണ്. നമ്മളാണെങ്കിലോ പറയണ്ട, പ്രത്യേകിച്ച് സ്ത്രീകൾ. അതായത് എക്സ്പ്ലനേഷൻ്റെ മറ്റൊരു തലമാണത്. ഹല്ലേലൂയ. കാരണം കൗൺസിലിംഗ് നൈറ്റ് കാണുമ്പോൾ സ്ത്രീകൾ വരുമ്പോൾ ദൈവമേ എന്നുള്ള രീതിയിലാണ് വരുമ്പോൾ തന്നെ ഞാനിങ്ങനെ നോക്കും. കാരണം ആന അമ്പാടി അതിൻ്റെ എല്ലാ ആഡംബരവുമായിട്ട് മീൻസ് പറഞ്ഞു വരുമ്പം എനിക്ക് തലവേദനയാണെന്ന് പറയണമെങ്കിൽ, ബ്രദറെ ഇന്നലെ രാവിലെ മുതൽ ഞാനിങ്ങനെ പണിയായിരുന്നു, രാവിലെ തൊട്ട് ഉച്ചവരെ ഇതായിരുന്നു. അതിനിടയ്ക്ക് കുറച്ച് വെയിൽ മാറിയപ്പോൾ മഴ കഴിഞ്ഞ് തിരിച്ച് ജോലിക്ക് പോയി തിരിഞ്ഞ് വന്ന് അപ്പോൾ എനിക്ക് തലവേദന വന്നു. അപ്പോൾ ആദ്യമേ അത് പറഞ്ഞാൽ മതി, ബ്രദറെ എനിക്ക് തലവേദനയാണ്, അതാണ് എൻ്റെ. പക്ഷെ അത് പറയുന്നെങ്കിൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ്റെ അങ്ങേ അറ്റം പോയി എനിക്ക് തലവേദന ഞാൻ കേട്ടിട്ടില്ലല്ലോ, ആദ്യമായിട്ട് കേൾക്കുന്ന വേർഡല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ വിശദീകരിച്ച് എല്ലാ വഴികളും ചുറ്റിക്കറങ്ങി വന്ന് പറയും. പക്ഷേ അമ്മ പറഞ്ഞത് എന്താണ്? കമാൻഡിങ് പവർ അമ്മയുടെ നിങ്ങൾ നോക്കി. ഒറ്റ വാക്കിൽ സ്വർഗത്തോട് അമ്മ പറഞ്ഞില്ലേ, അവർക്ക് വീഞ്ഞില്ല. ഒറ്റ വാക്കിൽ ഭൂമിയോട് അമ്മ പറഞ്ഞില്ലേ, അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യും. 2 സ്ഥലത്തും ഒരുപോലെ അമ്മയ്ക്ക് അധികാരമുണ്ടെന്ന് അമ്മ തെളിയിച്ചതാണ് കാന. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാനയുടെ അഭിഷേകം സ്വീകരിക്കണം നമ്മളെപ്പോഴും. ഒരു ഇൻറ്റൻഷൻ ദൈവത്തോട് ചോദിക്കുമ്പോൾ സ്വീകരിക്കേണ്ട അഭിഷേകമാണ് കാനയുടെ അഭിഷേകം. കാനയിൽ ഉള്ള അഭിഷേകത്തിൻ്റെ പ്രത്യേകത എന്തെന്നറിയോ? അമ്മ വഴി ഇതേ കമാൻഡ് നമുക്ക് ഭൂമിയിൽ കൊടുക്കാൻ പറ്റും. അമ്മയെ ഒന്ന് കമാൻഡ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അമ്മ കമാൻഡ് ചെയ്യുന്ന ഒരേ ഒരു സെൻറ്ററാണ് കാന. അത് കല്യാണ വിരുന്നാണ്. മീൻസ് അത് പരിശുദ്ധ ബലിയായിട്ട് നമ്മൾ ആ കല്യാണ വിരുന്നിനെ കാണണം. കാരണം ബലിയിൽ ഈ മുന്തിരിച്ചാറ് യേശുവിൻ്റെ ബ്ലഡായിട്ട് മാറുന്നുണ്ടെങ്കിൽ കാനായിൽ വെള്ളം മുന്തിരിച്ചാറായിട്ട് മാറുന്നുണ്ട്. ആമേൻ, ഹല്ലേലൂയ. അതായത് ബലിയിലേക്ക് എത്തേണ്ട ഫോം, ബലിപീഠത്തിലേക്ക് എത്തേണ്ട യേശുവിൻ്റെ രക്തത്തിൻ്റെ ആദ്യത്തെ അവസ്ഥയിലേക്ക് അമ്മ കാനായെ ക്രിയേറ്റ് ചെയ്യാണ്. ബലിയുടെ തലത്തിൻ്റെ ആദ്യത്തെ അവസ്ഥയിലേക്ക് അമ്മ ഞാനും നിങ്ങളുമാകുന്ന പച്ചവെള്ളത്തോട് കമാൻഡ് ചെയ്താണ് പരിശുദ്ധ മറിയം അവിടെ വെച്ചിട്ട്. മനുഷ്യനാകുന്ന പച്ചവെള്ളത്തോട് അമ്മ കമാൻഡ് ചെയ്തു അവൻ പറയുന്നത് പോലെ ചെയ്യാൻ. അങ്ങനെ പച്ചവെള്ളം എന്ന് പറയുന്ന അവസ്ഥ ബലിപീഠത്തിലെത്തണമെങ്കിൽ അത് വീഞ്ഞായിട്ട് മാറണം. ഹല്ലേലൂയ. വീഞ്ഞായി മാറിയ ഞാനെന്ന് പറയുന്ന പച്ചവെള്ളമാണ് ബലിപീഠത്തിൽ യേശുവിൻ്റെ തിരുരക്തമായിട്ട് മാറുള്ളൂ. ഹല്ലേലൂയ. ഇൻറ്റൻഷൻ പോകുന്ന രീതി നിങ്ങളൊന്ന് നോക്കിയേ. എൻ്റെ നിയോഗങ്ങൾ സ്വർഗത്തിൽ സമർപ്പിക്കുമ്പോൾ ഞാനെന്ന് പറയുന്ന പച്ചവെള്ളം ഏറ്റവും ചുരുങ്ങിയ പക്ഷം യേശുവിന് ഇടപെടണമെങ്കിൽ അത് വീഞ്ഞായിട്ട് മാറണം, മുന്തിരിച്ചാറായി മാറണം, മുന്തിരിച്ചാറായിട്ട് മാറണം. മുന്തിരിച്ചാറായി ഞാനെന്ന് പറയുന്ന പച്ചവെള്ളം മാറി ആ മുന്തിരിച്ചാറ് ബലിപീഠത്തിലെത്തിയാലേ
അത് യേശുവിൻ്റെ തിരുരക്തമായി മാറ്റപ്പെടുകയുള്ളൂ. അതായത് എൻ്റെ ഇൻറ്റൻഷൻ പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ. അപ്പം ഞാനെന്ന് പറയുന്ന പച്ചവെള്ളം മുന്തിരിച്ചാറാകണമെങ്കിൽ ബലിപീഠം എന്ന് പറയുന്ന കൂദാശകളുടെ കൂദാശയ്ക്ക് മുൻപ് വിശുദ്ധ കുമ്പസാരം എന്ന് പറയുന്ന കൂദാശയിലൂടെ ഈ പച്ചവെള്ളത്തെ മുന്തിരിച്ചാറാക്കി മാറ്റിയിട്ടേ ബലിപീഠത്തിലേക്ക് സമർപ്പിക്കാൻ പാടുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ബലിപീഠത്തിൽ എങ്ങനെ സമർപ്പിക്കണമെന്ന് പരിശുദ്ധമ്മ പഠിപ്പിച്ചു തന്നതാണ് കാനായിലെ കല്യാണ വിരുന്നിൽ. ബലിപീഠത്തിൽ എങ്ങനെ സമർപ്പിക്കണമെന്ന് അമ്മ പഠിപ്പിച്ചു. കാനായിൽ കല്യാണ വിരുന്ന, ഇതും ഒരു വിവാഹ വിരുന്നാണ്. പരിശുദ്ധ ബലി സകലരും ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട്. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ ഉൾപ്പെടെ ഈ ബലിയിലുണ്ട്. സ്വർഗമുണ്ട്, ഭൂമിയുണ്ട്, പരിശുദ്ധ തൃത്വം എല്ലാം ഒന്നിച്ച് വരുന്ന ഒരേ വേദിയാണ് ഈ ബലിപീഠം. ഈ ബലിപീഠം വിട്ടാൽ പിന്നീടുള്ള ഈ സംഗമിച്ചതെല്ലാം അതാത് സ്ഥാനത്തേക്ക് റിട്ടേൺ പോകും. അതാത് സ്ഥാനത്തേക്ക് ഈ ബലിപീഠത്തിൽ നിന്ന് സംഗമിച്ചതെല്ലാം ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് വന്നത് തിരിച്ച് നമ്മളുടെ സമർപ്പണത്തിൻ്റെ തലമനുസരിച്ച് ഒരു പക്ഷെ അതിന് സ്വർഗത്തിലേക്കൊരു ഒരു സ്ഥാനക്കയറ്റം കിട്ടാം. അതല്ലെങ്കിൽ തിരിച്ചങ്ങോട്ട് ഭൂമിയിലായിരിക്കുന്ന നമ്മളുടേതായിട്ടുള്ള അവസ്ഥകളിലേക്ക് റിട്ടേൺ, സ്വർഗത്തിൻ്റെ അവസ്ഥയിലേക്ക് വീണ്ടും. പ്രിയമുള്ള ദൈവജനമേ, ഈ സംഗമിക്കുന്ന ഈ വേദിയിൽ നിന്ന് കിട്ടാത്തതൊന്നും നിങ്ങൾക്ക് മറ്റൊരു വ്യക്തിയിൽ നിന്നോ സെൻറ്ററിൽ നിന്നോ കിട്ടില്ല. ഹല്ലേലൂയ. അപ്പോൾ ആ വേദിയിലേക്ക് എങ്ങനെ നടന്നെടുക്കണമെന്ന് പരിശുദ്ധ അമ്മ പഠിപ്പിച്ചതിൻ്റെ നേർസാക്ഷ്യമാണ് കാനായിലെ കല്യാണ വിരുന്ന്. അമ്മ കമാൻഡ് ചെയ്തില്ലേ, അവൻ പറയുന്നത് പോലെ ചെയ്. അവൻ പറയുന്നത് പോലെ ചെയ്യുന്നതാണ് വെള്ളം വീഞ്ഞാകുന്നത്. ആ വീഞ്ഞായ വെള്ളം, പ്രിയപ്പെട്ട ദൈവജനമേ, ബലിപീഠത്തിലെത്തി. വീഞ്ഞായ വെള്ളം ബലിപീഠത്തിലെത്തിയപ്പോൾ ഈ വീഞ്ഞ് യേശു തന്നോട് ചേർത്തു. അതാണ് ആ വീഞ്ഞ് യേശുവിൻ്റെ പരിശുദ്ധ രക്തമായി മാറ്റപ്പെട്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് ക്രിസ്തു അനുഭവം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു, ക്രിസ്തു അനുഭവം ഉണ്ടാകണമെങ്കിൽ സ്വർഗത്തിൽ നിന്ന് എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കണമെങ്കിൽ നാമത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചൊരു ബോധ്യം ഉണ്ടാവണം എൻ്റെ നാമത്തിൽ. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ടവനെ കുറിച്ചൊരു ബോധ്യം ഉണ്ടാവണം അമ്മയിലേക്ക്. പുത്രനെ അയച്ചു പിതാവ്. പുത്രനെ അയക്കുമ്പോൾ പുത്രൻ എന്തായിരിക്കണം എന്നുള്ളതിന് ഭൂമിയിൽ നീ അവന് യേശു എന്ന് പേരിടണമെന്ന് വിശുദ്ധ ഔസേപ്പിനോട് സ്വർഗം തിരുമനസ്സായി കൽപ്പിച്ചില്ലേ? നീ അവന് യേശു എന്ന് പേരിടണം. നീ അവന് യേശു എന്ന് പേരിടണം. ഞാൻ ഇന്നലെ പറഞ്ഞു, നമ്മുടെ എല്ലാ അവസ്ഥകൾക്കും നമ്മൾ ഇട്ടുകൊടുക്കേണ്ട പേര് യേശു എന്നുള്ളതാണ്. എൻ്റെ ജീവിതത്തിൻ്റെ രോഗത്തിനും ബാധ്യതകൾക്കും ക്യാൻസറിനും ഡോക്ടേഴ്സ് തരുന്ന ഒരു പേരിടണ്ട. നീ അവന് യേശു എന്നുള്ള പേരിട്ടോ. ക്രിസ്തു നിന്നിൽ രൂപപ്പെടുമ്പോഴേ യേശു എന്നുള്ള പേര് നിനക്കിടാൻ പറ്റുള്ളൂ. ക്രിസ്തു നിന്നിൽ രൂപപ്പെടുന്നുണ്ടോ പ്രിയമുള്ളവരെ? യേശു എന്ന് പറയുന്ന അതിൻ്റെ ഫിസിക്കൽ ഫോം, അതായത് ലോകത്തിൻ്റെ അവസ്ഥ നിന്നിൽ അതോടൊപ്പം രൂപപ്പെടാൻ സാത്താൻ ഇടതരും. ക്രിസ്തു നിന്നിൽ രൂപപ്പെടുന്ന സമയത്തെല്ലാം യേശു എന്ന് പറയുന്ന ക്രിസ്തുവിൻ്റെ ഫിസിക്കൽ ഫോം നിന്നിൽ രൂപപ്പെടും. അതുകൊണ്ട് നീ ഒരു ജപമാല ചൊല്ലുമ്പോൾ, നീ ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തിലേക്ക് നീ നിന്നെ തന്നെ പൂർണ്ണമായി വിട്ടുകൊടുക്കാൻ മനസ്സ് കാണിക്കുന്നിടത്തെല്ലാം സാത്താൻ അതിൻ്റെ ഒരു ഫിസിക്കൽ ഫോം, ലോകത്തിൻ്റെ ഒരു അരൂപിയുടെ ഫോം നിനക്ക് വെച്ച് തരും. അതിനെതിരെയുള്ളൊരു ഫോം നിനക്ക് വെച്ച് തരുമ്പോൾ നീ അതിന് യേശു എന്ന് പേരിട്ടാൽ മതി. ആ രൂപി അതിനാൽ തന്നെ വിട്ടുമാറിക്കൊള്ളും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നിനും ലോകം തരുന്ന പേരിട്ട് കൊടുക്കരുത്. സ്വർഗം വെളിപ്പെടുത്തിയ പേര് ലോകത്തിൻ്റെ എല്ലാ അവസ്ഥകൾക്കിടണം. ക്രിസ്തു എന്ന് പറയുന്ന അനുഭവം ലോകത്തിലേക്ക് വരണമെങ്കിൽ അത് ഏത് ഫോമിലേക്ക് മാറണമോ അത് സ്വർഗം തന്നെ അതിന് പേര് കൊടുത്തു. ക്രിസ്തു ലോകത്തിലേക്ക് വന്നപ്പോൾ അതിൻ്റെ ഫിസിക്കൽ ഫോമിനൊരു പേര് കൊടുക്കണം. ആ പേര്, പ്രിയപ്പെട്ട ദൈവജനമേ, സ്വർഗം വെളിപ്പെടുത്തിയ പേര് തന്നെ അതിന് കൊടുത്തു, യേശു എന്ന്. അതുകൊണ്ടാണ് കർത്താവായ ദൈവം ഈ പുത്രൻ ആർക്ക് വെളിപ്പെടുത്തുന്നുവോ, അല്ലെങ്കിൽ പിതാവ് ആർക്ക് വെളിപ്പെടുത്തുന്നുവോ അവരല്ലാതെ പുത്രനെ അറിയുന്നില്ല. ഇവിടെയാണ് മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 16:19 വിശുദ്ധ പത്രോസിനോട് പറഞ്ഞില്ലേ, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ്
നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. അപ്പോഴാണ് മത്തായി 11 മത്തായി 16 ഒരു കണക്ഷൻ വരുന്നത്. ഈ വചനത്തിൻ്റെ പൂർത്തീകരണം അവിടെ നടന്നു എന്നുള്ളതാണ്. അവിടെ വിശുദ്ധ പത്രോസ് പറഞ്ഞു, ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? കേസറിയ ഫിലിപ്പി പ്രദേശത്ത് വെച്ചിട്ടാണ് ഈശോ ഇത് ചോദിക്കുന്നത്. കേസറിയ ഫിലിപ്പി പ്രദേശത്തിൻ്റെ പ്രത്യേകത എന്താ? കേസറിയ ഫിലിപ്പി എന്ന് പറയുന്നത് അവിടുത്തെ രാജാവ് ഞാനാണ് ദൈവം എന്ന് സ്വയം, എല്ലാ മനുഷ്യരും ദൈവങ്ങളാണ് എന്ന് സ്വയം രാജാവ് ഇങ്ങനെ പ്രഖ്യാപിക്കുന്ന, സ്വയം എന്താ പറയുക, വിജാതീയ പട്ടണം. ആ പട്ടണത്തിൽ നിന്നുകൊണ്ടാണ് വിശുദ്ധ പത്രോസ് പറയുന്നത്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രൻ, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആണ്, യേശുവല്ല, ക്രിസ്തുവാണ്. ഇത് മറ്റാരോടും പറയരുത് എന്ന് ഈശോ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ്? വെളിപ്പെടുത്തപ്പെടേണ്ടത് വെളിപ്പെടേണ്ട സമയത്ത് വെളിപ്പെടുത്തപ്പെടും. അപ്പോൾ നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ഈ ക്രിസ്തുവാണ് പ്രിയപ്പെട്ട ദൈവജനമേ യേശു എന്ന് പറയുന്ന ഫോമിൽ ലോകത്തിലേക്ക് വന്ന് നിലകൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതും നമ്മൾ ദൈവത്തിൻ്റെ മുൻപിൽ സമർപ്പിക്കുന്നതെല്ലാം യേശു ക്രിസ്തുവിലൂടെ പിതാവിൻ്റെ കൈകളിൽ എത്തണം. അപ്പോൾ എനിക്ക് യേശുവിനെ അറിയണം, ക്രിസ്തുവിനെയും അറിയണം. രണ്ടിടത്തും എനിക്ക് ആക്സസ് ഉണ്ടാവണം. രണ്ടിടത്തും ഒരുപോലെ ആക്സസ് എനിക്ക് കിട്ടണമെങ്കിൽ അത് പരിശുദ്ധ മറിയത്തിലൂടെ അല്ലാതെ മറ്റൊരു ഷോർട്ട് കട്ടില്ല. പരിശുദ്ധ മറിയത്തിലൂടെ അല്ലാതെ മറ്റൊരു ഷോർട്ട് കട്ടില്ല. കാരണം അവളാണ് പറഞ്ഞത്, പുത്രൻ പറയുന്നത് പോലെ ചെയ്യാൻ ഭൂമിയോടും, ഭൂമിയിൽ വീഞ്ഞ് എന്ന് പറയുന്ന അവസ്ഥയില്ലെന്ന് പുത്രനോടും പറഞ്ഞത് പരിശുദ്ധമ്മയാ. അമ്മ പറഞ്ഞത് എന്താ? ഇവിടെ വെള്ളം മാത്രമേ ഉള്ളൂ, അതിതുവരെ വീഞ്ഞായിട്ടില്ല. അതായത് ഇവിടെ നിയോഗങ്ങൾ മാത്രമേ ഉള്ളൂ, അതൊന്നും വീഞ്ഞെന്ന് പറയുന്ന നിന്റെ രക്തമാകേണ്ട ആരാധനകളെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അത് ഇതുവരെ വന്നിട്ടില്ല. ഹല്ലേലൂയ. വെള്ളം എന്ന് പറയുന്ന നിയോഗങ്ങൾ ആരാധന എന്ന് പറയുന്ന വീഞ്ഞിനോട് ചേരുമ്പോൾ ഈ ആരാധന വഴി ആ വീഞ്ഞ് യേശുവിൻ്റെ പരിശുദ്ധ രക്തമായി മാറ്റപ്പെടും. ഹല്ലേലൂയ. നല്ലോ മനസ്സിലാവുന്നുണ്ടോ എന്തോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് വീണ്ടും ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. അപ്പോൾ അതിനുള്ളൊരു ആഗ്രഹത്തിൽ ഇരിക്കുന്നതുകൊണ്ടായിരിക്കും നിങ്ങൾ ഇങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയിലായിരിക്കണം എല്ലാവരും. എന്തൊക്കെയോ എവിടെയൊക്കെയോ ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുത്രനെ അറിയുന്നില്ല പുത്രനും പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ മനസ്സാകുന്നുവോ അവനുമല്ലാതെ മറ്റാരും പിതാവിനെയും അറിയുന്നില്ല. പിതാവിനെ അറിഞ്ഞിട്ടില്ല എന്നാണ് പുത്രൻ പറയുന്നത്. പിതാവിനെ നമ്മൾ അറിയുന്നില്ല. പിതാവിനെ നമ്മൾ അറിയുന്നത് എപ്പോഴാണ്? പിതാവിനെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ? എന്നെ കാണുന്നവൻ എൻ്റെ അപ്പനെ കാണുന്നു എന്ന് പുത്രൻ പറഞ്ഞിട്ടുണ്ട്. പിതാവിനെ അറിയുന്നതിൻ്റെ പേരാണ് ക്രിസ്തു അനുഭവം എന്ന് പറയുന്നത്. ക്രിസ്തു അനുഭവത്തിലാണോ പിതാവിനെ നമുക്ക് അറിയാൻ പറ്റും? എങ്ങനെ അറിയാൻ പറ്റും? പുത്രനിലൂടെ അല്ലാതെ പിതാവിനെ അറിയാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ. പുത്രനിലൂടെ അല്ലാതെ പിതാവിനെ അറിയാൻ പറ്റില്ല. പുത്രനെ അറിയണമെങ്കിൽ പുത്രനെ ഉദരത്തിൽ വഹിച്ച പുത്രൻ്റെ ചൈതന്യം കടന്നു വന്ന പരിശുദ്ധ അമ്മയിലൂടെ മാത്രമേ പുത്രനെ അറിയാൻ പറ്റുകയുള്ളൂ. പിതാവ് പരിശുദ്ധ അമ്മയോട് ചോദിച്ചു, എൻ്റെ പുത്രനെ ഞാൻ നീ ഭൂമിയിലേക്ക് അയക്കാൻ നിന്നെ തിരഞ്ഞെടുത്തോട്ടെ എന്ന്. അപ്പോൾ പിതാവ് ഈ ലോകത്തിൽ പിതാവ് ആരോടെങ്കിലും ഇങ്ങോട്ട് ചോദിച്ച് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പരിശുദ്ധ കന്യകാമറിയത്തോടാവും. അതുകൊണ്ട് തന്നെ അവളെ വിട്ടൊരു ജീവിതം ഉണ്ടാവരുത്. അവൾ വഴി തന്നെ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ ശ്രമിക്കണേ. അമ്മയോട് ചോദിച്ചു, നീ വഴി എൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് നീ ഒരുക്കുവാണോ? അമ്മ മറുപടി കൊടുത്തതാ, കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ പെർമിഷൻ കൊടുത്തു. അമ്മയുടെ പെർമിഷന് വേണ്ടി സ്വർഗം വെയിറ്റ് ചെയ്തു. അമ്മയുടെ പെർമിഷന് വേണ്ടി സ്വർഗം വെയിറ്റ് ചെയ്തു. ഗബ്രിയേൽ മാലാഖ ലോകത്തിൽ വന്ന് അമ്മയോട് സംസാരിച്ചു, അമ്മയോട് പറഞ്ഞു. അമ്മയുമായി ഒരു ടേമിലേക്ക്, ഒരു എന്താ പറയുക, ഒരു അടിസ്ഥാനപരമായിട്ട് എല്ലാം ഒരു ധാരണയിലേക്ക് എത്തിച്ചു. പരിശുദ്ധ അമ്മയെ എല്ലാം ഒരു ധാരണയിലേക്ക്, അമ്മ വഴി എല്ലാ കാര്യങ്ങളും ഒരു ധാരണയിലേക്ക് എത്തിക്കാൻ ഗബ്രിയേൽ മാലാഖ ലോകത്തിലേക്ക് അയക്കപ്പെട്ടു. ഹല്ലേലൂയ. അയക്കപ്പെട്ട ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ അമ്മയോട് സംസാരിച്ച് കാര്യങ്ങൾ ധാരണയിലാക്കി അമ്മയോട് സംസാരിച്ചത്, പ്രിയപ്പെട്ട ദൈവജനമേ, അമ്മ സ്വീകരിച്ചിട്ട് അമ്മ ആൻസർ ചെയ്തു, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന ആൻസർ പരിശുദ്ധമ്മ കൊടുത്തു. അവിടെയും ഒത്തിരി കാര്യങ്ങളൊന്നും പറഞ്ഞില്ല പരിശുദ്ധ മറിയം.
അമ്മ ഒരു കാര്യമേ ചോദിച്ചുള്ളൂ, ഞാൻ പുരുഷനെ അറിയുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ പരിശുദ്ധ അമ്മയ്ക്ക് പുരുഷനെ അറിയാം. കാരണം നമ്മൾ വായിച്ചതാണ്, നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന സ്ത്രീയുടെ അടുത്തേക്ക് മാലാഖ അയക്കപ്പെട്ടു. അപ്പോൾ ദാവീദുമായി വിവാഹ നിശ്ചയം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന സ്ത്രീ പുരുഷനെ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ അത് നുണയാം. പുരുഷനെ അറിയാം പരിശുദ്ധ അമ്മയ്ക്ക്. പക്ഷെ അമ്മ പറഞ്ഞതെന്താ? പുരുഷൻ എന്ന് പറയുന്ന അവസ്ഥയെ സ്ത്രീ എന്ന നിലയ്ക്ക് ഞാൻ അറിയില്ല. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ എങ്ങനെ കൺസീവ് ആകും? ആൻസർ ചെയ്യണം. കാരണം എൻ്റെ പരിശുദ്ധി എൻ്റെ സ്വന്തമാണ്. സ്വർഗത്തിന് വേണ്ടി എൻ്റെ പരിശുദ്ധിയെ മാറ്റാൻ ഞാൻ ഒരുക്കുമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ പ്രസംഗിച്ചതിനേക്കാൾ വലിയ മാറ്റപ്പെട്ട ഒരു സുവിശേഷം മറ്റാരെങ്കിലുമോ സ്വർഗത്തിൽ നിന്നൊരു ദൂതനോ വന്ന് നിങ്ങളോട് പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഈ വചനം തന്നെ പരിശുദ്ധമ്മ മറ്റൊരു തലത്തിലേക്ക് സ്വീകരിച്ചതാണ് അമ്മയുടെ ആൻസറിൽ കാണുന്നത്. എൻ്റെ പരിശുദ്ധി വിട്ട് എനിക്കൊന്നുമില്ല. അപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന സന്ദേശങ്ങളെല്ലാം സ്വർഗത്തിൽ നിന്ന് തന്നെയാണോ എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങളൊന്ന് സ്റ്റഡി ചെയ്യണം. നിങ്ങളെവിടെയെങ്കിലും പോയി ഒരു ശുശ്രൂഷകനെ കണ്ടു, അദ്ദേഹം നിങ്ങളോട് കുറേ മെസ്സേജസ് പറഞ്ഞു. ഈ സ്വർഗത്തിൽ നിന്നാണോ ഈ ശുശ്രൂഷകന് ഈ മെസ്സേജ് കിട്ടിയത് എന്നുള്ള ആത്മാക്കളെ വിവേചിച്ചറിയാനുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാവണം. ശുശ്രൂഷകർ പറയുന്നതെല്ലാം അപ്പാടെ വിഴുങ്ങരുത്. അമ്മ ചെയ്തതെന്താണ്? ദൂതൻ പറഞ്ഞതെല്ലാം അവൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു കൊണ്ടിരുന്നു. എല്ലാം വിഴുങ്ങിയില്ല. എല്ലാം ഹൃദയത്തിൽ അമ്മ സംഗ്രഹിച്ച് അമ്മയുടെ വഴിക്ക് അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ടിരുന്നു. ഇത് നമ്മൾ ചെയ്യണം. നിങ്ങൾ പോകുന്ന എവിടെയെല്ലാം നിങ്ങൾ ശുശ്രൂഷകൾ സ്വീകരിക്കാൻ പോകുന്നുവോ അവിടെ നിന്ന് കിട്ടുന്നതിനെയെല്ലാം രണ്ട് കൈ നീട്ടി കണ്ണടച്ച് സ്വീകരിക്കരുത്. വിവേകം കാണിക്കണം. വഴി തെറ്റിച്ച് വിടുന്നവരും ഉണ്ട്. വ്യാജപ്രവാചകരെന്ന് എഴുതിയത് ആദ്യം ബൈബിളിൽ തന്നെയാണ് വ്യാജപ്രവാചകൻ എന്നുള്ള ആ ഒരവസ്ഥയെക്കുറിച്ച് എഴുതുന്നത്. അപ്പോൾ അതുള്ളത് കൊണ്ടല്ലേ, വരുമെന്നുള്ളത് കൊണ്ടല്ലേ, പ്രവചനമല്ലേ. അപ്പം നമ്മൾ സ്വീകരിക്കുന്നതെല്ലാം നമ്മൾ അരിച്ച് ഫിൽട്ടർ ചെയ്ത് അതിൻ്റെ ഏറ്റവും നല്ല അവസ്ഥയെ മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ. അവർ പറയുന്നതിനെ മുഴുവനും നിങ്ങൾ വിഴുങ്ങരുത്, സ്വീകരിക്കരുത്. ദഹിക്കില്ല പ്രിയപ്പെട്ടവരെ ചിലതൊന്നും. അമ്മ ചെയ്തത് എന്താണ്? അമ്മ ചെയ്തത് ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ശുശ്രൂഷകരുടെ പുറകെ ഓടരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ശുശ്രൂഷകരെ കണ്ടിട്ട് പ്രാർത്ഥനയിലേക്ക് വരരുത്. ശുശ്രൂഷകരുടെ പുറകെ ഓടരുത്. ദൈവത്തിന് പുറകെ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചോടിയാൽ മതി. അമ്മയുടെ കരം പിടിക്കുമ്പോൾ അതിനകത്ത് തൃത്വമുണ്ട്. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അതിൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. പുത്രനും പരിശുദ്ധാത്മാവും പിതാവും അവളിലാണുള്ളത്. അതുകൊണ്ട് അത് അമ്മയുടെ കരം പിടിച്ച് ഓടുക നിങ്ങൾ. അമ്മയുടെ കരം എന്ന് പറയുന്നത് പരിശുദ്ധ ജപമാലയാണ്. ഇതിങ്ങനെ മുറുക്കി പിടിച്ചാലുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, നമ്മൾ മറ്റൊരിടത്തും പിടിക്കേണ്ട. ഒരു സാത്താൻ്റെ ശക്തിക്ക് നമ്മളെ കീഴടക്കാൻ പറ്റില്ല. നമ്മൾ വിട്ടുകൊടുത്താൽ ഓക്കെ, അല്ലാതെ ഒരു തിന്മയ്ക്കും നമ്മളുടെ മേൽ ആധിപത്യം നേടാനോ നമ്മളെ ഭരിക്കാനോ അമ്മ സമ്മതിക്കില്ല. അമ്മ തന്നെ ഭരണം നടത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ നിൻ്റെ ആത്മാവിൻ്റെ അമ്മയാണെന്നാണ്. അമ്മ എനിക്ക് സന്ദേശം തരുമ്പോഴെല്ലാം പറയും, ഞാൻ നിൻ്റെ ആത്മാവിൻ്റെ അമ്മയാണ്. അപ്പോൾ നീ നിൻ്റെ ആത്മാവിൻ്റെ അമ്മയായ എന്നെ നീ നിൻ്റെ ആത്മാവിൽ വസിക്കാൻ നീ അനുവദിക്കണം. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കും, എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ, എൻ്റെ ആത്മാവിൻ്റെ അമ്മേ, നീ എൻ്റെ ആത്മാവിൽ വസിച്ച് എൻ്റെ ഹൃദയത്തെയും എൻ്റെ മനസ്സിനെയും എൻ്റെ ശരീരത്തെയും നീ ഭരണം നടത്തണമേ. എല്ലാ ദിവസവും ഞാൻ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടാണ് എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നതും ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടാണ് എൻ്റെ ഒരു ദിവസം ഞാൻ അവസാനിപ്പിക്കുന്നതും. കിടക്കുന്നതിന് മുമ്പും എഴുന്നേറ്റാൽ ഉടനെയും ഈ പ്രാർത്ഥന ഞാൻ ചൊല്ലി പ്രാർത്ഥിക്കും. എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ, എൻ്റെ ആത്മാവിൻ്റെ അമ്മേ, നീ എൻ്റെ ആത്മാവിൽ വസിച്ച് എൻ്റെ മനസ്സിനെയും ഹൃദയത്തെയും എൻ്റെ ശരീരത്തെയും നീ ഭരിക്കണമേ. അന്നത്തെ ദിവസം ലോകം എന്നെ ഭരിക്കത്തില്ല, ലോകാരൂപി എന്നെ ഭരിക്കാൻ അമ്മ സമ്മതിക്കത്തില്ല.
അമ്മയുടെ ജപമാലയിൽ അന്നത്തെ ദിവസം ഞാൻ മുറുകെ പിടിക്കുമ്പോഴെല്ലാം ഈ പ്രാർത്ഥന വീണ്ടും വീണ്ടും ഏറ്റവും ചൊല്ലുന്ന ഒരു അനുഭവം പരിശുദ്ധ മറിയം തരും. വീണ്ടും പ്രിയമുള്ളവർ, ഈ വചനത്തിൽ ഈശോ പറയുന്നില്ലേ, പിതാവാരെന്ന് പുത്രൻ വെളിപ്പെടുത്തണം, പുത്രൻ ആരെന്ന് പിതാവും വെളിപ്പെടുത്തണം. അപ്പോൾ വെളിപ്പെടുത്തപ്പെട്ട രഹസ്യമാണ് പുത്രൻ എന്ന് പറയുന്ന ക്രിസ്തുവെങ്കിൽ ഇത് വെളിപ്പെടുത്തി കൊടുത്തു. വിശുദ്ധ പത്രോസിന് വെളിപ്പെടുത്തി കൊടുത്തു. ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? ഏലിയ എന്ന് പറയുന്നുണ്ട്, പ്രവാചകന്മാരിൽ ഒരുവനെന്ന് പറയുന്നുണ്ട്. അത്ര വരെ എത്തിയിട്ടുള്ളൂ. അതിൽ നിന്ന് ഞാൻ ആരെന്നാണ് നിങ്ങൾ, എൻ്റെ കൂടെ നടക്കുന്ന നിങ്ങൾ പറയുന്നത്? പ്രിയമുള്ളവരെ, ഇത് തന്നെയാണ് ഈശോ നമ്മളോടും ചോദിക്കുന്നത്. ഇത്രയും നാള് നീ നിയോഗങ്ങൾ എന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ഞാനൊന്ന് നിന്നോട് ചോദിച്ചോട്ടെ, ഞാൻ ആരെന്നാണ് നിന്റെ വിചാരം? നീ എല്ലാ നിയോഗങ്ങളും കൊണ്ടുവന്ന് എൻ്റെ നെഞ്ചിൽ കൊട്ടിയിടുന്നുണ്ടല്ലോ, ഞാൻ ആരെന്നാ നിന്റെ വിചാരം? നിന്റെ നിയോഗങ്ങൾ സ്വീകരിക്കുന്ന ഒരുത്തനാണോ ഞാൻ? നിന്റെ നിയോഗങ്ങൾ സാധിച്ചു തരുന്നൊരു ഇൻസ്ട്രുമെൻ്റ് ആയിട്ടാണോ നീ എന്നെ കാണുന്നത്? അപ്പോഴും നമുക്ക് പറയാൻ പറ്റണം, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. അപ്പോൾ വീണ്ടും ഈശോ ചോദിക്കും, എങ്കിൽ പിന്നെ നീ എന്തുകൊണ്ട് ഈ നിയോഗങ്ങൾ എൻ്റെ മേൽ ഇടുന്നു? എന്നിലേക്ക് നീ സമർപ്പിക്കുന്നത് എന്തിനാ? ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു നിന്നിൽ ഇല്ലാത്തത് കൊണ്ടല്ലേ ഏറ്റുപറയുന്നത് ഉള്ളിലുണ്ടാവണം. ഏറ്റുപറയുന്നത് ഉള്ളിലില്ലെങ്കിൽ ഏറ്റുപറയുന്നത് കൊണ്ട് ഒരു ഗുണവുമില്ല. അതുകൊണ്ട് ഈശോ ഇവിടെ പറയുന്നു, പിതാവ് ആരെന്ന് പുത്രന് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ പുത്രനോട് ചോദിക്കണം, നിൻ്റെ അപ്പൻ ആരാ ഈശോയെ? നിൻ്റെ അപ്പൻ ആരാ? നിൻ്റെ അപ്പനെ എങ്ങനെ എനിക്ക് അനുഭവിക്കാൻ പറ്റും? അനുഭവം എങ്ങനെയാ ദൈവമേ? അനുഭവം എങ്ങനെ എനിക്ക് സ്വന്തമാക്കാൻ പറ്റും? അപ്പൻ എന്ന് പറയുന്ന എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അപ്പൻ എന്ന് പറയുന്ന എക്സ്പീരിയൻസ്, സ്വർഗത്തിൽ എനിക്കൊരപ്പനുണ്ടെങ്കിൽ അപ്പനെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഓരോ സാക്രമെൻറ്റിലും നിങ്ങൾ ചോദിക്കണം. കാരണം ഈ ലോകത്തിൽ ക്രിസ്തുവിനെ അറിയാനുള്ള 7 വഴികളാണ്, 7 കൂദാശകൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 7 കൂദാശകളും ആത്മാവിൻ്റേതായതുകൊണ്ട് ക്രിസ്തുവിനെ അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? കൂദാശകൾ പരിക്രമം ചെയ്യുമ്പോഴെല്ലാം നിങ്ങൾക്ക് ആ സമയത്ത് ക്രിസ്തു നിന്നോട് കൂടെയാണ്. ആ സമയത്ത് ഈശോ ഏറ്റവും ക്ലോസ് ആണ് നിന്നോട്. ബാക്കിയുള്ള സമയത്തേക്കാൾ ഈശോ ഏറ്റവും നിന്നോട് ക്ലോസ് ആവുന്ന സമയമാണ് കൂദാശകൾ. പരിശുദ്ധ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് വിശുദ്ധ കുമ്പസാരം. ഏറ്റവും മനോഹരമാണത്, ഏറ്റവും മനോഹരം. കാരണം ആ കുമ്പസാര കൂടാണ്. വിശുദ്ധ പത്രോസ് പറഞ്ഞില്ല, ഞങ്ങളിവിടെ 3 കൂടാരങ്ങൾ പണിയാം, അതിലൊരു കൂടാരത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഈശോ എന്ന് പറയുന്ന കൂടാരം, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയായിക്ക്, ഒന്ന് നിനക്ക്. അത് തന്നെയാണ് വിശുദ്ധ പത്രോസ് ജനങ്ങൾ പറയുന്നത്. അത് തന്നെയാണ്. നീ ആരെന്നാ പറയുന്നത്? ഏലിയ എന്ന് പറയുന്നുണ്ട്, പ്രവാചകന്മാരിൽ ഒരുവൻ മോശ എന്നും പറയുന്നുണ്ട്. പ്രിയപ്പെട്ട ദൈവജനമേ, അത് തന്നെയാണ് ഈശോയുടെ രൂപാന്തരീകരണ സമയത്തും വിശുദ്ധ പത്രോസ് വീണ്ടും പറയുന്നുണ്ട്. നമ്മൾ പറയും വിശുദ്ധ പത്രോസിൻ്റെ റിലേ പോയിട്ട് പറയുന്നതാണെന്നാ. റിലേ പോയതല്ല, യഥാർത്ഥത്തിൽ താൻ എന്താ പറയുന്നത് താൻ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ, വിശുദ്ധ പത്രോസിന് എന്താ പറയേണ്ടതെന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ, അവിടെയും സ്വർഗത്തിൻ്റെ ഒരു വെളിപ്പെടുത്തൽ വിശുദ്ധ പത്രോസിന് കിട്ടിയപ്പോഴാണ് വിശുദ്ധ പത്രോസ് പറയുന്നത്, ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയായിക്ക്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ മോശയെയും ഏലിയായെയും മുൻപ് കണ്ട പരിചയം പത്രോസിനുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പത്രോസിന് മുൻപരിചയമൊന്നുമില്ല, പത്രോസിൻ്റെ അളിയനൊന്നും അല്ലല്ലോ അത്. പിന്നെ എങ്ങനെ മനസ്സിലായി അത് മോശയാണ് ഏലിയായാണെന്ന്? പത്രോസിന് എങ്ങനെ മനസ്സിലായി? അപ്പോൾ പത്രോസ് പറഞ്ഞതിൽ എന്താ തെറ്റ്? ഇത് മോശയാണ് ഏലിയായാണെന്ന് പത്രോസിന് അറിയത്തില്ല, പത്രോസ് കണ്ടിട്ടില്ല അവരെ. ഈശോയ്ക്ക് അറിയാം അത് മോശയാണ് ഏലിയയാണ്. അപ്പോൾ പത്രോസ് റിലേ വിട്ട് പറഞ്ഞതല്ല, ഉറപ്പിക്കാം. കാരണം റിലേ വിട്ട് പറഞ്ഞതാണെങ്കിൽ ഇവരെ പരിചയം ഉണ്ടാവില്ല. ഈശോയോട് ചോദിക്കണം, 2 രൂപങ്ങളും കൂടെ കണ്ടു, നിന്നെ ഞങ്ങൾക്ക് അറിയാം, അതാരാണെന്ന് ചോദിക്കണം രൂപാന്തരീകരണ സമയത്ത്. പത്രോസ് ഒന്നും ചോദിക്കുന്നില്ല, പത്രോസ് ഡയറക്റ്റ് പറയുകയാണ് ചെയ്യുന്നത്. പത്രോസ് ഡയറക്റ്റ് പറയാം, ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയായിക്ക് ഞാൻ കൂടാരം പണിയാം. അപ്പം മോശ ഇതാണെന്ന് പത്രോസിനെ എങ്ങനെ കണ്ടു? പത്രോസ് ഫോട്ടോ എടുത്തിട്ടുണ്ടോ മോശയുടെ? ഇന്നിപ്പോൾ നമ്മൾ AI വെച്ചിട്ട് ചിലപ്പോൾ പത്രോസിനെ എല്ലാം ആരെ വേണമെങ്കിലും നമ്മൾ ഫോം ചെയ്തെടുക്കും ഇന്ന് ഈ കാലഘട്ടത്തിൽ. അന്ന് പത്രോസിനറിയില്ല മോശ ഏതാണെന്ന്, ഈശോയ്ക്കറിയാം. പക്ഷെ എന്നിട്ടും പത്രോസ് പറഞ്ഞില്ലേ, ഞാൻ 3 കൂടാരം പണിയാന്ന്, ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയായിക്ക്. അവിടെ പത്രോസിൻ്റെ റിലേ തെറ്റിയാണെന്ന് പലതിലും ഞാൻ കേട്ടിട്ടുണ്ട്. ഇല്ല, എനിക്കത് തോന്നുന്നില്ല. കാരണം റിലേ തെറ്റി ഒരുത്തൻ കൃത്യമായിട്ട് പ്രവചനം പറയത്തില്ല. തികഞ്ഞ ജ്ഞാനത്തോടും
പിതാവിൻ്റെ തികഞ്ഞ വെളിപ്പെടുത്തലോടും കൂടെയാണ് പത്രോസ് സംസാരിച്ചത്. തികഞ്ഞ ജ്ഞാനത്തിലാണ് സംസാരിച്ചത്. അവിടെ പത്രോസ്, ശിമയോൻ, യോനായുടെ പുത്രനായ ശിമയോൻ സൈലൻ്റാണ്. പത്രോസ് എന്ന് പറയുന്ന സഭയുടെ പ്രഥമ പാപ്പ എന്ന് പറയുന്ന അഭിഷേകത്തിൽ സ്വർഗം പത്രോസിന് കൊടുത്ത ജ്ഞാനമാണ് പത്രോസ് പറയുന്നത്. അതല്ലാതെ അത് പത്രോസ് അബോധാവസ്ഥയിലോ അൺകോൺഷ്യസ് മൈൻഡിൽ പത്രോസ് എന്തെങ്കിലും പുലമ്പിയതല്ലത്. അതിനകത്തൊരു പ്രവചനമുണ്ട് പ്രിയപ്പെട്ടവരെ. ആ ഒരു കൂടാരം ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് വിശുദ്ധ കുമ്പസാരക്കൂട്. ഞാനും എൻ്റെ ഈശോയും മാത്രം, മറ്റൊന്നുമില്ല. അവിടെ നിങ്ങളുടെ സങ്കടങ്ങളില്ല. എൻ്റെ ആത്മാവിനെ ഞാൻ വിശുദ്ധീകരിക്കാൻ ഒരു കൂടാരത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നുണ്ടെങ്കിൽ ആ കൂടാരമാണ് വിശുദ്ധ കുമ്പസാരക്കൂട്. ആഴ്ചയിൽ പ്രവേശിക്കണം. ആഴ്ചയിൽ ഈ കൂടാരത്തിൽ പ്രവേശിച്ച് ആത്മാവിനെ ക്ലെൻസ് ഔട്ട് ചെയ്യണം. ആത്മാവിനെ പ്യൂരിഫൈ ചെയ്ത് ഇതിങ്ങനെ പ്രഷ്യസ് ആക്കി കൊണ്ട് നടക്കണം. പാപം ചെയ്തോ? നിങ്ങൾ ചെയ്തിട്ടുണ്ട്, ലൈസൻസ് അല്ല കേട്ടോ, ചെയ്തു പോകും മനുഷ്യരാ, നമ്മളിൽ പാപമുണ്ട്. പക്ഷേ എന്നാലും വിശുദ്ധ കുമ്പസാരക്കൂടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട ദൈവജനമേ, നിന്റെ പാപത്തെക്കുറിച്ച് ഓർത്ത് നീ എന്തിനാ ഭാരപ്പെടുന്നത്? ഞാൻ നിനക്ക് 3 കൂടാരം പണിയാം എന്ന് പറഞ്ഞൊരു കൂടാരത്തിലേക്ക് നീ പ്രവേശിക്കണം. ബാക്കിയുള്ള 2 കൂടാരത്തിലേക്കും നീ മാധ്യസ്ഥ ശക്തിയാലോ അല്ലെങ്കിൽ അഭിഷേകം സ്വീകരിക്കാനോ നിനക്ക് പ്രവേശിക്കാവുന്നതാണ്. 2 കൂടാരത്തിലേക്കും ബാക്കിയുള്ളതിലേക്ക് നിനക്ക് പ്രവേശിക്കാൻ പറ്റും. എങ്ങനെയാണ്? എലിയ എന്ന് പറയുന്നത് അഭിഷേകത്തിൻ്റെ കൂടാരമാണ്. മോശ എന്ന് പറയുന്നത് ദൈവജനത്തെ നയിക്കുന്നതിൻ്റെ കൂടാരമാണ്. 2 അഭിഷേകമാണ്. ചെറിയ അഭിഷേകമല്ല രണ്ടും. അപ്പോൾ ഈ 2 അഭിഷേകത്തെ ഞാൻ സ്വീകരിച്ച് പ്രാർത്ഥിക്കുന്നതാണ്. ദൈവപുരുഷനായ എലിയ പ്രവാചകൻ്റെ അഭിഷേകത്താൽ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം, നമുക്ക് സ്വീകരിക്കാം, നമുക്ക് അഭിഷേകത്തെ സ്വീകരിക്കാം. അതിനെ നമ്മൾക്ക് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കാൻ പറ്റണം. അതിന് നമ്മളുടെ ഡെഡിക്കേഷൻ അനുസരിച്ച് നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുമ്പോൾ ഈ 3 കൂടാരത്തിൽ ഒരു കൂടാരം പണിയാം എന്ന് പറഞ്ഞപ്പോഴാണ് സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരം പത്രോസും ശിഷ്യന്മാരും കേൾക്കുന്നത്. എന്തായിരുന്നു ആ സ്വരം? എന്താ സ്വരം? ഇവനെൻ്റെ പ്രിയപുത്രൻ, ബാക്കി ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പ്രിയമുള്ള ദൈവജനമേ, സ്വരം കേട്ടു. അപ്പം അത് അപ്പൻ്റെ സ്വരമല്ലേ? ഹല്ലേലൂയ. ഇവിടെ ക്രിസ്തു അനുഭവം രൂപാന്തരീകരണ സമയത്ത് കിട്ടിയ ഈ 3 കൂട്ടര്, പത്രോസിൻ്റെ സഹോദരനെയും ഒരുമിച്ചാണ് ഈശോ ശിഷ്യത്വത്തിലേക്ക് വിളിക്കുന്നത്, മനുഷ്യരെ പിടിക്കാന്ന് പറഞ്ഞിട്ട്. പക്ഷേ രൂപാന്തരീകരണ സമയത്തും കർത്താവ് ഗെത്സമേനിൽ പ്രവേശിച്ചപ്പോഴും പത്രോസിൻ്റെ സഹോദരനെ കൂടെ കൂട്ടിയില്ല. സെബദീപുത്രന്മാർ അപ്പോഴും കൂടെയുണ്ട്, പത്രോസും കൂടെയുണ്ട്, സഹോദരനെ കൂടെ കൂട്ടിയില്ല. ഇവിടെയും രൂപാന്തരീകരണ സമയത്തും ഇതേ 3 ആൾക്കാരെ തന്നെ ഈശോ കൂടെ കൂട്ടുന്നുണ്ട്. ഈ 3 ആൾക്കാരിൽ ബാക്കി സെബദീപുത്രന്മാർ അവിടെ ഇവിടെയും സൈലൻ്റാണ്. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഗെത്സമേനി അനുഭവത്തിൽ ഉറങ്ങിയ എല്ലാവരോടും ഈശോ ചോദിച്ചില്ല, പത്രോസിനോട് ചോദിച്ചു എന്നാണ് വചനം സാക്ഷിക്കുന്നത്. ശിമയോനെ, നീ ഉറങ്ങുന്നുവോ? 3 പേരും ഉറങ്ങുന്നത് കണ്ടിട്ട് ചോദിച്ചത് നിങ്ങൾ ഉറങ്ങുന്നുവോ എന്ന് ദൈവം ചോദിച്ചില്ല, നീ ഉറങ്ങുന്നുവോ? വിളിക്കപ്പെട്ടവരിൽ പ്രധാനപ്പെട്ടവൻ, അല്ലെങ്കിൽ വിളിക്കപ്പെട്ടവരിൽ നീ നേതൃത്വ സ്ഥാനത്ത് നിൽക്കുന്ന നീ ഉറങ്ങുന്നുവോ? കൃപ ലഭിച്ചാൽ നമ്മൾ ഈ ഒരു പത്രോസിൻ്റെ അവസ്ഥയിലേക്ക് നമ്മൾ പ്രവേശിക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഒരു സീറ്റാണത്, ഒരു സീറ്റാണ്. ആ സീറ്റാണ് പത്രോസ് എന്ന് പറയുന്ന പരിശുദ്ധ സിംഹാസനം. പത്രോസ് എന്ന് പറയുന്നത് പരിശുദ്ധ സിംഹാസനമാണ്. കൽപ്പിക്കുന്നതും സ്വീകരിക്കുന്നതും നമ്മളും അവസ്ഥകളും കാത്തലിക്സ് കംപ്ലീറ്റ് ഈ പരിശുദ്ധ സിംഹാസനത്തിന് കീഴിലേക്ക് വന്നു. അതുകൊണ്ടാണ് സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരുന്നത്. ഈ പരിശുദ്ധ സിംഹാസനത്തിൻ്റെ താക്കോല്, സ്വർഗരാജ്യം, ക്രിസ്തുവിൻ്റെ മിസ്റ്റിക്കൽ ബോഡിയുടെ കീ ഞാൻ നിനക്ക് തന്നു. പരിശുദ്ധ സിംഹാസനത്തിൻ്റെ താക്കോലുകൾ കൈമാറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പ്രിയമുള്ള ദൈവജനമേ, ഈ കീ
പത്രോസിൻ്റെ സിംഹാസനത്തിൻ്റെ കീ, അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ, സ്വർഗരാജ്യത്തിൻ്റെ ഒരു മുന്നാസ്വാദനമെന്നോ അതിൻ്റെ ഒരു മറ്റൊരവസ്ഥയെന്നോ നമ്മൾ സ്വീകരിക്കുന്ന ക്രിസ്തുവിൻ്റെ മിസ്റ്റിക്കൽ ബോഡിയിലേക്ക് നമ്മൾ നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സറണ്ടർ ചെയ്തു. ഏതുവഴി? പരിശുദ്ധമായിട്ടുള്ള മാമോദിസായിലൂടെ നമ്മൾ ഈ മിസ്റ്റിക്കൽ ബോഡിയിലേക്ക് പ്രവേശിക്കുക. ഈ മിസ്റ്റിക്കൽ ബോഡിയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈ മാമോദിസായിൽ യേശുവിൻ്റെ ഈ പരിശുദ്ധ ജലത്താൽ നമ്മൾ വെള്ളത്താലുള്ള സ്നാനം നമ്മൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ, വിശുദ്ധ കുമ്പസാരക്കൂട്ടിൽ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടും നിന്റെ കണ്ണുനീരാകുന്ന ജലം കൊണ്ട് നിന്നെ കഴുകി യേശു നിനക്ക് വീണ്ടും ഒരു മാമോദിസ തരുന്ന വേദിയാണ് വിശുദ്ധ കുമ്പസാരക്കൂട്. അതുകൊണ്ട് ആ കൂടാരത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നേ ദിവസം നിങ്ങൾ ആ കൂടാരത്തിൽ ചെന്ന് അങ്ങുമിങ്ങും നോക്കരുത്. അവിടെയും ഈ ഒരു സ്വരം നമ്മൾ ശ്രവിക്കും. ഇവൻ എൻ്റെ പ്രിയപുത്രൻ. ആര്? ക്രിസ്തുവല്ല, ഞാനും നിങ്ങളും. ഇവനിൽ ഞാൻ പ്രസാദിക്കും. ഏതെന്ന് വെച്ചാൽ എൻ്റെ ഫിസിക്കൽ ബോഡിയിലല്ല, എൻ്റെ ഉള്ളിലിരിക്കുന്ന ക്രിസ്തു എന്ന് പറയുന്നതിനോട് കുമ്പസാരക്കൂട്ടിൽ ഇത് പ്യൂരിഫൈ ചെയ്ത് പ്യോറായി കഴിയുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഈ സ്വരം വീണ്ടും ഒരു എക്കോ പോലെ നമുക്ക് ശ്രവിക്കാൻ പറ്റും. എൻ്റെ ഉള്ളിലുള്ള ക്രിസ്തു ഇപ്പോൾ ദൈവത്തിന് പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. എന്തുകൊണ്ട്? ഇവൾ വിശുദ്ധ കുമ്പസാരം നടത്തി തന്നെ വിശുദ്ധീകരിച്ചത് കൊണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ഒരു സ്വരം സ്വീകരിച്ച വ്യക്തിയെ സംബന്ധിച്ച്, ഉൾക്കൊണ്ട വ്യക്തിയെ സംബന്ധിച്ച് പിന്നീട് അങ്ങോട്ട് അവൻ പുറത്തിറങ്ങുമ്പോൾ, പ്രിയപ്പെട്ട ദൈവജനമേ, ഞാൻ പറഞ്ഞില്ലേ, കാവൽ മാലാഖയുടെ ജപം ചൊല്ലി കാഴ്ചവെച്ച് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങണം. അവിടെ പുറത്തിറങ്ങി നിങ്ങളത് ചൊല്ലണം. ചൊല്ലിയതിന് ശേഷം പിന്നീട് ഞാൻ ഏറ്റുപറഞ്ഞ പാപത്തിൽ റീജോയിൻ ചെയ്യാൻ നീ എന്നെ അനുവദിക്കരുതേ മാലാഖയെ. എനിക്ക് വേണ്ടി നിൻ്റെ കാവല് എൻ്റെ മരണം വരെ എന്നോടുകൂടെ ഉണ്ടാവട്ടെ. ഞാൻ എപ്പോഴെല്ലാം നിന്നെ ഉപേക്ഷിക്കുകയും നിന്നെ നിന്ദിക്കുകയും ചെയ്തിട്ടുണ്ടോ, എൻ്റെ എന്നോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് കാവൽ മാലാഖയോടുള്ള ജപം ചൊല്ലി പ്രാർത്ഥിച്ച് അതിൻ്റെ അധികാരത്തിലേക്ക് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കണം. ഇതിൻ്റെ പേരാണ് വിശുദ്ധ കുമ്പസാരം. അല്ലാത്തതെല്ലാം കുമ്പസാരമേ ആകുന്നുള്ളൂ, വിശുദ്ധ കുമ്പസാരമാകുന്നില്ല. എനിക്ക് എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ ഇങ്ങനെ ചെയ്തു, ഞാൻ അങ്ങനെ ചെയ്തു എന്ന് പറയുന്നത് ഒരു തരത്തിലത് കുമ്പസാരമാണ്. പക്ഷേ അത് കൂദാശയല്ലാത്ത, വിശുദ്ധമല്ലാത്തൊരു കുമ്പസാരമാണെങ്കിൽ, എൻ്റെ അപ്പനോട് എനിക്ക് നേരിട്ട് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഈ പുത്രൻ അല്ലെങ്കിൽ ക്രിസ്തു എന്ന് പറയുന്ന കുമ്പസാരക്കൂടെന്ന് പറയുന്ന പത്രോസ് ഉണ്ടാക്കിയ കൂടാരം, അതായത് സഭയുടെ 7 കൂടാരങ്ങളിൽ ഒന്നായ കൂടാരം, ഈ കൂടാരത്തെയാണ് വിശുദ്ധ പത്രോസ് രൂപാന്തരീകരണ സമയത്ത്, ഇതിനെ പറ്റിയല്ല എങ്കിലും ഞാൻ പറയാണ്, 3 കൂടാരങ്ങൾ ഉണ്ടാക്കാമെന്ന് പറഞ്ഞതിൽ ഒരു കൂടാരം ക്രിസ്തു എന്ന് പറയുന്ന രൂപാന്തരീകരണത്തിൻ്റെ കൂടാരമാണെങ്കിൽ, എനിക്ക് ഒരു സ്പിരിച്വലി ഒരു രൂപാന്തരീകരണം നടക്കുന്ന കൂടാരമാണ് പ്രിയമുള്ള ദൈവജനമേ വിശുദ്ധ കുമ്പസാരം എന്ന് പറയുന്ന കൂടാരം. ലോകത്തിലുള്ള ഒരു അലക്കുകാരനും വെളുപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ ഞാൻ പ്രകാശിക്കുന്ന സമയമാണ് വിശുദ്ധ കുമ്പസാരക്കൂടെന്ന് പറയുന്ന ക്രിസ്തു എന്ന് പറയുന്ന കൂടാരത്തിലേക്ക് ഞാൻ പ്രവേശിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ദൈവാനുഭവം. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ കൂടാരത്തിലേക്ക് പ്രവേശിച്ച് നിങ്ങൾ ലോകത്തിലുള്ള ഒരലക്കുകാരനും വെളുപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ വെളുത്ത് പ്യോറായി നിങ്ങൾ പരിശുദ്ധ ബലിപീഠത്തിലേക്ക് സമർപ്പിക്കുമ്പോൾ കറയോ ചുളിവുകളോ ഇല്ലാത്ത ഊനമറ്റ കുഞ്ഞാടായിട്ട് അത് ബലിയായി ഈശോ നിൻ്റെ ആത്മാവിനെ സ്വീകരിക്കും. അപ്പോൾ അലക്കുകാരൻ എന്നുദ്ദേശിക്കുന്നത് ഒരു ലോണ്ട്രി അല്ല കർത്താവ് ഉദ്ദേശിക്കുന്നത്. അലക്കുന്നത് ദൈവത്തിൻ്റെ മാലാഖമാരാൽ നമ്മുടെ ആത്മാവിനെ കർത്താവ് ഒരു അലക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. ഇവിടെ വെളുപ്പിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ പാപങ്ങൾ ആഴിയുടെ അഗാധത്തിലേക്ക് പോകാൻ ലോകത്തിൻ്റേതായിട്ടുള്ള ഒരു ഹെൽപ്പ് എനിക്ക് ആവശ്യമില്ല. മറിച്ച് ദൈവത്തിലേക്ക് ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി സറണ്ടർ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നതാ. അവിടെയാണ് ഈശോ പറയുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും. ഞാൻ ആദ്യമേ ഇത് പറഞ്ഞാണ് തുടങ്ങിയത്, അത് പറഞ്ഞ് തന്നെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ അധ്വാനം എന്താണ്? പാപത്തെ ചെറുത്ത് നിൽക്കാനുള്ള അധ്വാനവും എൻ്റെ ഭാരം വഹിക്കുന്നത് എന്താണ്? എൻ്റെ പാപഭാരവുമാണ്. എൻ്റെ പാപഭാരവും പാപത്തെ ചെറുത്ത് നിൽക്കാനുള്ള എൻ്റെ അധ്വാനവും
ഈ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും ഞാനെന്ന് പറയുന്ന വിശുദ്ധ കുമ്പസാരക്കൂട്ടിലേക്ക് വാ, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം. എങ്ങനെയാണ് ആശ്വസിപ്പിക്കുന്നത്? നിന്റെ പാപം ഉപേക്ഷിക്കാനുള്ള അധ്വാനത്തിൻ്റെ പൂർത്തീകരണം വിശുദ്ധ കുമ്പസാരക്കൂട്ടിലാണ്. നിന്റെ ഭാരമെന്ന് പറയുന്ന പാപത്തെ ഈ കുമ്പസാരക്കൂട്ടിൽ ഞാൻ ഏറ്റെടുത്ത് ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം എന്താണെന്നറിയോ? ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനും ആകയാൽ എൻ്റെ നുകം വഹിക്കണം. എൻ്റെ നുകം എന്താണ്? വിശുദ്ധ കുരിശാണ്. പാപത്തിൻ്റെ ഭാരത്ത് ഇവിടെ ഈ ഷോൾഡറിൽ പാപഭാരമാണെങ്കിൽ ഈ പാപഭാരം മാറ്റി എൻ്റെ നുകം, ക്രിസ്തുവിൻ്റെ നുകമായ വിശുദ്ധ കുരിശ് എടുത്തു വെക്കണം. അതാണ് അധ്വാനം. ആ അധ്വാനിക്കുന്നവർ വിശുദ്ധ കുമ്പസാരക്കൂട്ടിലേക്ക് പോകണം. കാരണം ഈശോ പറയുന്നു, എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും, പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? എൻ്റെ നുകം, ഞാൻ ശാന്തശീലനും വിനയഹൃദയനുമാകയാൽ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. എന്നാൽ എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. ചുമട് എന്താണ്? നുകം. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ഈ പറയുന്ന നുകം എൻ്റെ തോളത്ത് വെച്ച് വരുമ്പോൾ ഈ നുകത്തിൽ ഉള്ള ചുമട് ഈശോ തന്നെയാണ്. അതിനെ ഞാൻ ഏറ്റെടുക്കുന്നത് എൻ്റെ ആത്മാവിലാണ്. നുകം ഞാൻ എൻ്റെ തോളിലും ഏറ്റെടുത്താൽ ഈശോ പറയുന്നു, ഇത് രണ്ടും ക്രിസ്തു എന്ന് പറയുന്ന അനുഭവം നിൻ്റെ ആത്മാവിലും ക്രിസ്തുവിൻ്റെ ഈ ലോകത്തിലുള്ള പൂർത്തീകരണമാകുന്ന വിശുദ്ധ കുരിശ് നിൻ്റെ തോളിലുമുണ്ടെങ്കിൽ നീ പൂർണ്ണമായും ക്രിസ്തുവായി മാറ്റപ്പെടുന്ന രൂപാന്തരീകരണമാണ് വിശുദ്ധ കുമ്പസാരക്കൂട്ടിൽ നടക്കുന്നത്. അതുകൊണ്ട് ഇന്നേ ദിവസം വിശുദ്ധ കുമ്പസാരത്തിന് നിങ്ങൾ ഒരുങ്ങുകയല്ല, വിശുദ്ധ കുമ്പസാരം എന്ന് പറയുന്ന രൂപമാറ്റത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. ആമേൻ, ഹല്ലേലൂയ.